പറഞ്ഞു വന്നത് പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഖുർആനിൽ നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ കുറിച്ച് പറഞ്ഞു, അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരെക്കാൾ സ്നേഹമുള്ളത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ്. വ അസ്വാജുഹു ഉമ്മഹാതുഹും. അവരുടെ ഭാര്യമാർ അഥവാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉമ്മഹാതുഹും, അത് മുഅ്മിനീങ്ങളുടെ ഉമ്മമാരാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഈമാൻ ശരിയാകണമെങ്കിൽ സ്വന്തത്തേക്കാൾ അവൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചിരിക്കണം. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലാ യുഅ്മിനു അഹദുക്കും ഹത്ത അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി അന്നാസു അജ്മഈൻ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങളിലെ ഒരാളുടെയും ഈമാൻ പരിപൂർണമാവുകയില്ല, അവർ അവരുടെ ഉമ്മയെക്കാളും ഉപ്പയെക്കാളും മക്കളെക്കാളും സർവ്വജനങ്ങളെക്കാളും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നത് വരെ നമ്മുടെ ഈമാൻ പരിപൂർണമാവുകയില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് അറിയിച്ചു തരുന്നു. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം അവൻ്റെ ഹൃദയത്തിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന കാര്യങ്ങളിൽ പെട്ടതാണ്. അതിൽ നിന്ന് വിട്ടുമാറി നിൽക്കാൻ അവന് സാധിക്കുകയില്ല. ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഏറ്റവും വലിയ ഇഷ്ടമുള്ള വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ആ റസൂലിൻ്റെ ചരിത്രം പഠിക്കുക എന്നുള്ളത് ഒരു മുസ്ലിമിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ്. അവൻ ആനന്ദം കണ്ടെത്താൻ സാധിക്കുന്ന ഇബാദത്തുകളിൽപ്പെട്ട ഒരു കാര്യമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കുക എന്നുള്ളത്. ഇൻഷാ അല്ലാഹ്, അള്ളാഹുവിൻ്റെ തൗഫീഖിനാൽ ഇന്നു മുതൽ നമ്മൾ ഈ ചരിത്രം പഠിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സന്ദർഭത്തിൽ ആമുഖം എന്നോണം പറയാനുള്ള കാര്യം, പ്രസിദ്ധമായ ഗ്രന്ഥങ്ങളിലെല്ലാം ഉലമാക്കൾ പണ്ഡിതന്മാർ കൊടുത്ത ഒരു ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. ഏതാണ് ഹദീസ്? ഏതായിരിക്കും? അർബഊൻ നവവിയിൽ ഒന്നാമത്തെ ഹദീസ് ഏതാ? അഹ്സൻ. ഇമാം ബുഖാരി ഒന്നാമത് കൊടുത്ത ഹദീസ് ഏതാ? ഇന്നമൽ അഅമാലു ബിന്നിയാത്ത്. തീർച്ചയായും അമലുകൾ പരിഗണിക്കപ്പെടുക അത് നിയ്യത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. ഇന്നമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറബി ഭാഷ പഠിക്കുന്ന ആളുകളുണ്ടെങ്കിൽ മനസ്സിലാകും, മാത്രം എന്നുള്ള അർത്ഥം കിട്ടാനാണ്. ഇന്നമൽ അഅമാലു ബിന്നിയാത്ത്. നിന്റെ നിയ്യത്ത് എന്താണോ അതിനനുസരിച്ച് മാത്രമാണ് നിനക്ക് പ്രതിഫലം ലഭിക്കുക. വ ഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവ. എന്താണോ ഓരോ മനുഷ്യനും നിയ്യത്താക്കിയത് അതാണ് അവന് ലഭിക്കുക എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി കാണാം. അതിനാൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ നിയ്യത്തുകൾ ഏറ്റവും നല്ല രൂപത്തിലാക്കാൻ നമ്മൾ പരിശ്രമിക്കണം. പറയുന്ന ഞാനായാലും കേൾക്കുന്ന നിങ്ങളായാലും ഓരോ ഇബാദത്ത് ചെയ്യുമ്പോഴും നമുക്ക് നിയ്യത്ത് എത്ര വിശാലമാക്കാൻ സാധിക്കുമോ അത്രയും നമ്മൾ എന്ത് ചെയ്യണം? വിശാലമാക്കണം. ജസാക്കുമുല്ലാഹു ഖൈറൻ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കുന്ന ഈ വേളയിൽ നമുക്ക് ധാരാളം നിയ്യത്ത് മനസ്സിൽ കരുതാൻ സാധിക്കും. ചില സലഫുകളിൽപ്പെട്ട ചില ആളുകൾ അവരുടെ ചരിത്രം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സംഭവം കാണാൻ സാധിക്കും. ചില ആളുകൾ എന്ത് ചെയ്തു? അവരെ നമുക്ക് ഇൽമിന്റെ മജ്ലിസിലേക്ക് പോകാം എന്ന് പറഞ്ഞപ്പോൾ അവർ കുറച്ച് സമയം അവിടെ ഇങ്ങനെ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ ഈ ക്ഷണിച്ച ആൾ ചോദിച്ചു, എന്താണ് വരാത്തത്? അപ്പം അദ്ദേഹം കൊടുത്ത മറുപടി എന്താണ്? ഞാൻ എൻ്റെ നിയ്യത്തൊന്ന് ശരിയാക്കട്ടെ. കാരണം ഈ വിളിച്ചയാൾ വിളിച്ചത് കൊണ്ട് പോകുന്ന രൂപത്തിലാകാൻ പാടില്ല. മറിച്ച് നമുക്കെന്ത് നിയ്യത്തുണ്ടായിരിക്കണം? ഇന്ന ഒരു മസ്ജിദിൽ അല്ലെങ്കിൽ ഇന്ന ഒരു സ്ഥലത്ത് അള്ളാഹുവിൻ്റെ ദീൻ പഠിപ്പിക്കുന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ പോകണം എന്നതായിരിക്കണം നിയ്യത്ത്. അതല്ലാതെ ഇന്ന ഫുലാൻ ഉണ്ടെങ്കിൽ അവനുണ്ടെങ്കിൽ പോകാം, അതല്ല എങ്കിൽ ഇന്നയാൾ വന്നാൽ നമുക്ക് പോകാം എന്ന് നിയ്യത്താകാൻ പാടില്ല. മറിച്ച് നമുക്ക് ഉണ്ടായിരിക്കേണ്ട നിയ്യത്ത് എന്താണ്? ഉലമാക്കൾ പറഞ്ഞതുപോലെ റഫ്ഉൽ ജഹ്ലി അൻ നഫ്സി, സ്വന്തത്തിൽ നിന്ന് അറിവില്ലായ്മ ഉയർത്തണം. നമ്മളിൽ ധാരാളം അറിവില്ലായ്മകളുണ്ട്, അത് ഉയർത്തണം എന്നതായിരിക്കണം നമ്മുടെ നിയ്യത്ത്. പറഞ്ഞു വന്നത് സഹോദരങ്ങൾ, ഈ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് ധാരാളം നിയ്യത്തുകൾ കൊണ്ടുവരാൻ സാധിക്കും. ഒന്നാമതായി എന്താണ്? ദീൻ പഠിക്കുന്നു എന്ന നിയ്യത്ത് തന്നെയാണ്. അള്ളാഹുവിൻ്റെ ദീൻ പഠിക്കുന്നു എന്ന നിയ്യത്താണ് നമ്മൾ പറഞ്ഞു വെച്ച ഹദീസ്. അത് മാത്രമല്ല, അള്ളാഹുവിൻ്റെ ദീൻ പഠിക്കുന്നതിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്കതിന് ഒരു ദർസ് തന്നെ വേണ്ടി വരും. അപ്പോൾ നമ്മൾ ആദ്യം കൊണ്ടുവരേണ്ട നിയ്യത്ത് എന്താണ്? അള്ളാഹുവിൻ്റെ ദീൻ ഞാൻ പഠിക്കുകയാണ് എന്നുള്ളതാണ്. എത്രത്തോളം ദീൻ പഠിക്കുന്നതിൻ്റെ മഹത്വം ചില ഉലമാക്കൾ പറഞ്ഞതായി കാണാം. രാത്രി
എഴുന്നേറ്റ് നിസ്കരിക്കുന്നതിനേക്കാൾ പ്രതിഫലമുള്ള കാര്യമാണെന്ത്? അള്ളാഹുവിൻ്റെ ദീൻ പഠിക്കുക എന്നുള്ളത്. ആലോചിച്ച് നോക്ക്, രാത്രി ഉറക്കൊഴിച്ച് തണുത്ത രാത്രിയിലാണ് എങ്കിൽ ആ തണുപ്പിൽ വുളു ചെയ്ത് നിസ്കരിക്കുന്നതിനേക്കാൾ പ്രതിഫലമുള്ള കാര്യം എന്താണ്? വെറുതെ വന്ന് നമ്മൾ ഈ മജ്ലിസിൽ ഇരുന്നാൽ മതി. എത്രത്തോളം? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ പറഞ്ഞതായി കാണാം, ഒരു കൂട്ടം ആളുകൾ അള്ളാഹുവിൻ്റെ ദീൻ പഠിക്കുന്നതിന് വേണ്ടി മാറിയിരിക്കുമ്പോൾ ഒരാൾ എന്ത് ചെയ്യാണ്? പ്രത്യേകിച്ച് അവിടേക്ക് വരണമെന്നൊന്നും നിയ്യത്തില്ലാതെ വന്നിരുന്നു. റബ്ബ് സുബ്ഹാനഹു വ തആല അവർക്കും പുറത്തു കൊടുക്കാണ്. ഉമുൽ ഖൗമു ലാ യഷ്ഖാ ബിഹിം ജലീസുഹും എന്നാണ് ഹദീസിൽ വന്നത്. അതൊരു കൂട്ടം ആളുകളാണ്. ആ സദസ്സിലിരിക്കുന്ന ആളുകൾ എന്ത് ചെയ്യുകയില്ല? ഒരിക്കലും ദൗർഭാഗ്യവാന്മാരിൽ ഉൾപ്പെടുകയില്ല എന്ന കാരണത്താൽ അവർക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുകയാണ്. അപ്പോൾ സഹോദരങ്ങളെ, പറഞ്ഞു വന്നത് ആ ഒരു നിയ്യത്ത് കൊണ്ടുവരിക. രാത്രി നിസ്കാരത്തെക്കാൾ പ്രതിഫലമുള്ള ഒരു മജ്ലിസിലാണ് ഞാനുള്ളത് എന്ന ഒരു നിയ്യത്ത്. മറ്റൊരു നിയ്യത്ത്, ഇത് പഠിക്കുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുക അല്ലെങ്കിൽ സ്നേഹിക്കാൻ സാധിക്കും. അത് ഇബാദത്താണ്. റസൂലിനെ സ്നേഹിക്കുക എന്നുള്ളത് ഇബാദത്താണ്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് റസൂലിനെ അറിയാൻ കഴിയുക? റസൂലിൻ്റെ ചരിത്രം പഠിച്ചാൽ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ആ ഒരു നിയ്യത്തും കൂടി കൊണ്ടുവരാൻ സാധിക്കും. അതുപോലെ തന്നെ സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ കൽപ്പനയാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റണം എന്നുള്ളത്. വഅതീഉല്ലാഹ വഅതീഉർ റസൂൽ, എത്രയോ ആയത്തുകൾ നമുക്കത് കാണാൻ സാധിക്കും. അപ്പോൾ എന്താണ്? ആ ഒരു നിയ്യത്തും കൊണ്ടുവരാൻ സാധിക്കും. റസൂലിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ എനിക്ക് റസൂലിനെ പിൻപറ്റാൻ സാധിക്കും, അതുകൊണ്ട് ഞാൻ ചരിത്രം പഠിക്കണം എന്ന നിയ്യത്ത്. അതുപോലെ തന്നെ റസൂൽ എങ്ങനെയാണ് ജീവിച്ചത് എന്ന് പഠിച്ചാലേ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കൂ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് രൂപത്തിലാണ് ഓരോ സന്ദർഭങ്ങളിലും അവിടുന്ന് നിലപാടുകൾ സ്വീകരിച്ചത് എന്നൊക്കെ പഠിക്കാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മളെ ഈമാൻ വർദ്ധിക്കാൻ കാരണമാകുന്ന കാര്യമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കുക എന്നുള്ളത്. ഇൻഷാ അല്ലാഹ് നമുക്ക് മനസ്സിലാകും. നമ്മൾ കണ്ടതിൽ അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞതിൽ വെച്ച് ഏറ്റവും നല്ല ജീവിതം നയിച്ച റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രമാണ് നമ്മൾ പഠിക്കുന്നത്. അത് പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നിയ്യത്ത് സത്യസന്ധത ഉള്ളത് ആണ് എങ്കിൽ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ഈമാൻ വർദ്ധിപ്പിച്ചു നൽകും. കാരണം സഹോദരങ്ങളെ, എല്ലാത്തിൻ്റെയും അടിസ്ഥാനം സത്യസന്ധത ഉണ്ടാവുക എന്നുള്ളതാണ്. സത്യസന്ധമായിട്ടാണ് നമ്മൾ ഇരിക്കുന്നത് എങ്കിൽ ബിഇദ്നില്ലാഹ് നമുക്ക് ഈമാൻ വർദ്ധിക്കാൻ കാരണമാകും. അതുപോലെ തന്നെ സൂചിപ്പിച്ചതുപോലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കുന്നത് പ്രതിസന്ധി ഘട്ടങ്ങളിൽ എനിക്ക് ക്ഷമ ലഭിക്കും എന്ന നിയ്യത്തോടു കൂടിയാണ് എങ്കിൽ, അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഉറച്ചു നിൽക്കാൻ സാധിക്കണമെന്ന നിയ്യത്തോടു കൂടിയാണെങ്കിൽ, പറഞ്ഞതുപോലെ നമ്മൾ ഈ പറയുന്നതിൽ സത്യസന്ധത ഉണ്ട് എങ്കിൽ ഇങ്ങനെയുള്ള പ്രതിസന്ധികൾ വരുമ്പോൾ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ ഉറപ്പിച്ച് നിർത്തും. ഇനി സഹോദരങ്ങളെ, എന്താണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കുന്നത് കൊണ്ടുള്ള ഉപകാരം? ഇതുവരെ പറഞ്ഞത് നമുക്ക് ഏതൊക്കെ നിയ്യത്ത് വെക്കാമെന്നുള്ളതാണ്. ഇനി ഇത് പഠിച്ചാലുള്ള ഉപകാരം എന്താണ്? ഒന്നാമത്തേത്, മുൻഗാമികളുടെ മാർഗം, അസ്സലഫു സ്വാലിഹ്, അവരുടെ മാർഗമാണ് എന്ത്? ഇങ്ങനെ ചരിത്രം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കുക എന്നുള്ളത്. അവർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കാറുണ്ടായിരുന്നു. സൈനുൽ ആബിദീൻ അലി ഇബ്നുൽ ഹുസൈൻ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതായി കാണാം, കുന്നാ നുഅല്ലമു മഗാസി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ വസറായാ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രവും അവിടുന്ന് ജീവിച്ചിരുന്ന ആ ഒരു കാര്യവും നമ്മൾ അല്ലെങ്കിൽ നമുക്ക് പഠിപ്പിക്കപ്പെടാറുണ്ട്. ഏതുപോലെ? കമാ നുഅല്ലമു സൂറത്തൻ മിനൽ ഖുർആൻ, ഖുർആനിലെ ഒരു സൂറത്ത് എങ്ങനെയാണോ നമുക്ക് പഠിപ്പിച്ചു തരാറുള്ളത്, അതുപോലെ നമുക്ക് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രം പഠിപ്പിച്ചു തരാറുണ്ട് എന്ന് സൈനുൽ ആബിദീൻ അലി ഇബ്നുൽ ഹുസൈൻ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതായി കാണാം. സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ മകൻ ഇസ്മായിൽ ഇബ്നു സഅദ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതായി കാണാം, കാന അബി യുഅല്ലിമുനാ മഗാസി റസൂലില്ലാഹ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം എനിക്ക് എൻ്റെ ഉപ്പ പഠിപ്പിച്ചു തരാറുണ്ട്. വയഖൂൽ, സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു പറയാറുണ്ട്, എന്നിട്ട് എന്താണത്? യാ ബുനയ്യ ഹാദിഹി മആസിറു ആബായിക്കും, ഇത് നിങ്ങളുടെ ഉപ്പമാരുടെ ചരിത്രമാണ്. നോക്കൂ ആ വാക്ക്, ഇത് നിങ്ങളുടെ പിതാക്കന്മാരുടെ ചരിത്രമാണ്. ഫലാ തുളയ്യിഉ ദിക്റഹാ, നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? അത് ഉപേക്ഷിക്കാൻ പാടില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിപ്പിക്കുന്ന മജ്ലിസുകൾ അത് ഉപേക്ഷിക്കാൻ പാടില്ല എന്ന് സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു
പറയാറുണ്ട് എന്ന് നമുക്ക് കാണാം. മഹാനായ പണ്ഡിതൻ സുഫിയാൻ ഇബ്നു ഉയൈന റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞതായി കാണാം, ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹുവൽ മീസാനുൽ അക്ബർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഒരു മുഅ്മിനിന്റെ ഏറ്റവും വലിയ അളവുകോൽ. ഫഅലൈഹി തുഅറദുൽ അശ്യാ അലാ ഖുലുഖിഹി വസീറതിഹി വഹദി. അതിൽ ആ അളവുകോലിൽ ഇട്ടുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രമാകുന്ന അളവുകോലിൽ ഇട്ടുകൊണ്ടാണ് അവിടുത്തെ സ്വഭാവവും അതുപോലെ തന്നെ അവിടുത്തെ ചര്യയും ഒക്കെ നമുക്ക് പഠിക്കാൻ സാധിക്കുക. ഫമാ വാഫഖഹ ഫഹുവൽ ഹഖ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തോട് യോജിച്ചു വരുന്നതാണ് ഹക്കായിട്ടുള്ള കാര്യം. ഫമാ ഖാലഫഹ ഫഹുവൽ ബാത്തിൽ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിനോട് എതിരാകുന്ന കാര്യം എന്താണോ അതാണ് ബാത്തിൽ എന്ന് സുഫിയാൻ ഇബ്നു ഉയൈന റഹിമഹുല്ലാ പറഞ്ഞതായി കാണാം. അതിനാൽ സഹോദരങ്ങളെ, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ നമ്മൾ ശരിക്കും മനസ്സിലാക്കുക, ഈ കാലഘട്ടത്തിൽ ഭീകരവാദ തീവ്രവാദ സംഘടനകൾ വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ അള്ളാഹുവിൻ്റെ ദീനിനെ നിസാരമായി കാണുന്ന, പഴഞ്ചനായി കാണപ്പെടുന്ന, ചെറിയ പ്രയാസം വരുമ്പോഴേക്കും ദീനിനെ തന്നെ മാറ്റിവെക്കുന്ന ആളുകൾ ധാരാളമുള്ള ഈ കാലഘട്ടത്തിൽ, തൗഹീദിനെ പ്രാധാന്യം നൽകാത്ത ഈ കാലഘട്ടത്തിൽ, ശിർക്കാകുന്ന മഹാമാരി ദിവസവും അതിൻ്റെ രൂപവും ഭാവവും മാറി വരുന്ന ഈ കാലഘട്ടത്തിൽ, ബിദ്അത്തുകൾക്ക് യാതൊരു ഗൗരവമില്ലാത്ത ഈ കാലഘട്ടത്തിൽ ദീൻ പാലിച്ചതിൻ്റെ പേരിൽ ഒറ്റപ്പെടുന്ന എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ ഈ കാലഘട്ടത്തിൽ, ഈ സാഹചര്യത്തിൽ അള്ളാഹുവിൻ്റെ റസൂലും അവിടുത്തെ സഹാബത്തും അവിടുന്ന് എങ്ങനെയായിരുന്നു പെരുമാറിയത് എന്ന്, അതുപോലെ തന്നെ എങ്ങനെയാണ് ജീവിച്ചിരുന്നത് എന്ന് പഠിച്ചാൽ സത്യത്തിൽ നമുക്ക് അള്ളാഹുവിൻ്റെ ദീനിൽ ഉറച്ചു നിൽക്കാൻ സാധിക്കും. അള്ളാഹുവിൻ്റെ ദീനിൽ നമ്മൾ ഒറ്റപ്പെടുമ്പോഴും ആളുകൾ നമ്മളെ കളിയാക്കുമ്പോഴും ബിഇദ്നില്ലാഹ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിച്ചാൽ ആരൊറ്റപ്പെടുത്തിയാലും, ആര് നമ്മളെ തിരിഞ്ഞു നോക്കിയില്ല എങ്കിലും നമ്മൾ ജീവിക്കുന്നത് ദുനിയാവിലെ സ്വർഗത്തിലായിരിക്കും ഇൻഷാ അള്ളാഹ്. അതുകൊണ്ട് സഹോദരങ്ങളെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവിടുത്തെ ചരിത്രം പഠിക്കുക എന്നത് നമുക്ക് വളരെ ഉപകാരമുള്ളതായി മാറും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം എന്ന് പറയുന്നത് ധാരാളം മതവിധികൾ പറയുന്നതും അതുപോലെയുള്ള വലിയ വലിയ കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ള വലിയ ചരിത്രമാണ്. ധാരാളം പഠിക്കാനുണ്ട് അതിൽ. ഇമാം സുഹരി റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞതായി കാണാം, ഫി ഇൽമിൽ മഗാസി, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രത്തിൽ ഇൽമുദ് ദുനിയ വൽ ആഖിറ, ദുനിയാവിലെ അറിവും അതുപോലെ തന്നെ പരലോകത്തെ അറിവും നമുക്ക് കാണാൻ സാധിക്കും എന്ന് ഇമാം സുഹരി റഹിമഹുല്ല പറഞ്ഞതായി കാണാം. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, റസൂലിന്റെ ചരിത്രം പഠിക്കുന്നത് കൊണ്ടുള്ള ഉപകാരം, നമുക്ക് ഖുർആൻ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് എന്ന് മനസ്സിലാകും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഖുർആൻ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നുള്ളത് നമുക്ക് ഗ്രഹിക്കാൻ സാധിക്കും. കാരണം അവിടുത്തെ ജീവിതം ഖുർആനിന്റെ വിശദീകരണമായിരുന്നു. സുഇല ആയിഷ റളിയല്ലാഹു അൻഹ, ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിക്കപ്പെട്ടു, കൈഫ കാന ഖുലുഖു റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം എന്തായിരുന്നു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിക്കപ്പെട്ടപ്പോൾ അവർ പറഞ്ഞു, കാന ഖുലുഖുഹു അൽ ഖുർആൻ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഖുർആനായിരുന്നു. അതിനാൽ സഹോദരങ്ങളെ, ഖുർആനിന്റെ വിശദീകരണം മനസ്സിലാക്കാൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം നമ്മളെ വളരെയധികം സഹായിക്കും. അതുപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവിടുത്തെ ചരിത്രം പഠിക്കുക എന്നത് റസൂലിനോട് ഏറ്റവും സ്നേഹം വർദ്ധിക്കാൻ നമ്മെ സഹായിക്കുന്ന കാര്യമാണ്. അവിടുത്തോടുള്ള സ്നേഹമാകട്ടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇബാദത്തുകളിൽ ഏറ്റവും മഹത്തരമായതാണ്. ഹുബ്ബു റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതുപോലെ തന്നെ സഹോദരങ്ങളെ, ധാരാളം ഉപകാരങ്ങൾ സീറ പഠിക്കുന്നത് കൊണ്ട് അഥവാ ചരിത്രം പഠിക്കുന്നത് കൊണ്ട് ഉണ്ട് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം. സാന്ദർഭികമായി പറയാനുള്ള ഒരു കാര്യം, നമ്മുടെ വീടുകളിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം അത് പറയുന്ന ഏതെങ്കിലും ഒരു ക്ലാസ് എന്ത് ചെയ്യുക, ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമ്മൾ ആളുകൾ കേൾക്കുന്ന രൂപത്തിൽ വെച്ചു കൊടുക്കണം. കാരണം പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടം എന്ന് പറയുന്നത് സൂചിപ്പിച്ചതുപോലെ ഫിത്നകൾ വർദ്ധിച്ചു വരുന്ന കാലഘട്ടമാണ്. ആളുകൾ എന്തിൻ്റെയൊക്കെ പുറകെയാണ്. പല മോട്ടിവേഷൻ സ്പീക്കേഴ്സിൻ്റെയും അതുപോലെയുള്ള ആളുകളുടെയൊക്കെ കേൾക്കുന്ന നേരത്ത് നമ്മൾ എന്ത് ചെയ്യുക, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം എത്രയോ ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ദർസെടുത്തതായി നമുക്ക് കാണാൻ സാധിക്കും. വീട്ടിൽ വെച്ചു കൊടുക്കുക. അതല്ല എങ്കിൽ ഇനി വായനശീലമുള്ള ആളുകളാണ് എങ്കിൽ എന്ത് ചെയ്യുക, അതിൻ്റെ ഒരു പുസ്തകം വീടുകളിൽ വെച്ചു കൊടുക്കുക. കാരണം ആലോചിച്ച് നോക്കൂ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം അത് വായിക്കപ്പെടുന്ന, അത് കേൾക്കപ്പെടുന്ന വീടുകളിലെ ജീവിതം എത്ര മനോഹരമായിരിക്കും.
എങ്ങനെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിച്ച ഒരു ഭർത്താവിന് ഭാര്യയോട് മോശമായി പെരുമാറാൻ സാധിക്കുക? ഒരു മകൻ എങ്ങനെയാണ് ഉപ്പയോട് മോശമായി പെരുമാറാൻ സാധിക്കുക? ഉപ്പാക്ക് എങ്ങനെയോട് കുടുംബത്തോട് മോശമായി പെരുമാറാൻ സാധിക്കുക? ഈ രൂപത്തിൽ നമ്മുടെ സ്വഭാവം മാറ്റിയെടുക്കാൻ നമ്മളെ സഹായിക്കുന്ന കാര്യമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം നമ്മുടെ വീടുകളിൽ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുക അല്ലെങ്കിൽ വായിക്കുക എന്നുള്ളത്. ശരി സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കുന്നതിന് മുൻപ് അവിടുന്ന് ജനിച്ച ആ നാട് മക്ക, ആ മക്ക ജാഹിലിയ കാലഘട്ടം എന്ന് വിളിക്കപ്പെട്ട ആ കാലഘട്ടം എന്താണ് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിക്കുന്നതിന് മുൻപ് മക്ക എന്ന് പറയുന്ന ആ ഒരു നാട് അതെങ്ങനെയായിരുന്നു എന്നുള്ളത് നമ്മൾ അറിയണം. കാരണം ആ കാലഘട്ടം മനസ്സിലാക്കുമ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാം എന്ന അനുഗ്രഹം നമുക്ക് നൽകിയതിന്റെ വില മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറഞ്ഞില്ലേ, അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വ അത്മംതു അലൈക്കും നിഅമതി. ഇതാ ഇന്നേ ദിവസം ഞാനിതാ നിങ്ങൾക്ക് നിങ്ങളുടെ മതം പൂർത്തിയാക്കി തന്നിരിക്കുന്നു. വ അത്മംതു അലൈക്കും നിഅമതി, നിങ്ങളുടെ ഈ ദീൻ അത് പരിപൂർണമാക്കി തന്നിരിക്കുന്നു. നിഅമതി, എൻ്റെ അനുഗ്രഹം എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞതായി കാണാം. അതുകൊണ്ട് ആ കാലഘട്ടം മനസ്സിലാക്കുമ്പോഴാണ് എത്ര നീചന്മാരായ ഒരു സമുദായത്തെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീൻ മാറ്റിയെടുത്തത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ആറാം നൂറ്റാണ്ട് മുതലുള്ള കാലഘട്ടത്തെയാണ് ജാഹിലിയ കാലഘട്ടം എന്ന് പറയുന്നത്. അതുകൊണ്ടാണല്ലോ ഇന്ന് കാലത്തുള്ള ആളുകൾ പരിഹസിക്കാറുള്ളത്. ആറാം നൂറ്റാണ്ടിന്റെ ആളുകൾ ആറാം നൂറ്റാണ്ട് മുതൽ ആണ് ജാഹിലിയ കാലഘട്ടം ആരംഭിക്കുന്നത്. എന്നിട്ട് ഈ പറയുന്ന ആളുകൾ പരിഹസിക്കുന്നത് ഏത് രൂപത്തിലാണ് എന്നുള്ളത് നമുക്ക് ഇൻഷാ അല്ലാഹ് പരിശോധിക്കാം. ചരിത്രത്തിൽ ഏറ്റവും ഇരുട്ട് നിറഞ്ഞ അനീതിയും അക്രമവും നിറഞ്ഞു നിൽക്കുന്ന ലോക ചരിത്രത്തിൽ ഏറ്റവും മോശമായ സമൂഹം അല്ലെങ്കിൽ സമുദായം എന്ന് വേണമെങ്കിൽ ഈ മക്കയിലെ ഈ കാലഘട്ടത്തെ വിശേഷിപ്പിക്കാം. അത്രയും നീചന്മാരായ മോശം ആളുകളാണ് ആ കാലഘട്ടത്തിൽ അന്ന് മക്കയിൽ ജീവിച്ചിരുന്നത്. മക്കയിൽ ജനവാസം ആരംഭിക്കുന്നത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഹാജറിനെയും അവിടുത്തെ മകനായ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെയും അവിടെ ഉപേക്ഷിച്ചു പോയതിനു ശേഷമാണ് അവിടെ ജനവാസം ആരംഭിക്കുന്നത്. അന്ന് മുതലാണ് മക്കയിൽ ജനവാസം ആരംഭിക്കുന്നത്. നമുക്കറിയാം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തൗഹീദിനു വേണ്ടി അങ്ങേയറ്റം നിലകൊണ്ട ഒരു നബിയായിരുന്നു. അതുകൊണ്ട് തന്നെ ആ കാലഘട്ടത്തിൽ തൗഹീദ് ഉള്ളവർ മാത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അഥവാ ഹാജറും ഇസ്മായിലും ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം തിരിച്ചു വരുന്നുണ്ട്. പിന്നീട് സംസം പൊട്ടി വന്ന ആ സ്ഥലത്ത് ആളുകൾ എന്ത് ചെയ്യാൻ തുടങ്ങി? താമസം ആരംഭിക്കാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം തൗഹീദ് അവിടെ പ്രചരിപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ ശിർക്കാകുന്ന മഹാമാരി ഉണ്ടായിരുന്നില്ല. പിന്നീട് സഹോദരങ്ങളെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വരുന്നതിന് ഏകദേശം 500 വർഷങ്ങൾക്ക് മുൻപ് അറബികളുടെ കൂട്ടത്തിലെ ഖുസാഅ ഗോത്രമുണ്ട്. ഖുസാഅ ഗോത്രം, അവരുടെ നേതാവായ ഒന്നാമതായി ശിർക്ക് കൊണ്ടുവരുന്ന ആളാരാണ് അറിയോ? ആർക്കെങ്കിലും അറിയോ? അമ്രുബിന് ലുഹൈ. ആരാണ് ഒന്നാമതായി ശിർക്ക് കൊണ്ടുവരുന്ന ആള്? ആരാണ്? അമ്രുബിന് ലുഹൈ. പഠിച്ചു വെക്കുക. അതിനു മുൻപ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്. ഈ ഗോത്രത്തിന്റെ നേതാവ്, ഈ ഗോത്രം എന്ന് പറയുന്നത് അവർക്കൊരു പ്രത്യേകതയുണ്ട്. അവരായിരുന്നു കഅബ പരിപാലിച്ചിരുന്നത്. കഅബയെ നോക്കി നടത്തിയിരുന്നത് ഈ ഖുസാഅ ഗോത്രമായിരുന്നു. ഇവരുടെ നേതാവാണ് ഈ പറഞ്ഞ അമ്രുബിന് ലുഹൈ. അദ്ദേഹം ഒരു ദിവസം ഷാമിലേക്ക് എന്തോ ആവശ്യത്തിന് വേണ്ടി യാത്ര പോയി. അപ്പോൾ അവിടെയുള്ള ആളുകൾ, ഷാമിലുള്ള ആളുകൾ വിഗ്രഹത്തിനെ ആരാധിക്കുന്നതായി അദ്ദേഹം കണ്ടു. അങ്ങനെ അയാൾ ചോദിച്ചു, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? അവർ പറഞ്ഞു, നസ്തൻസിറുഹും ഫയൻസിറൂന വ നസ്തംതിറുഹും വയുംതിറുന. നമ്മൾ ഇവരോട് സഹായം ചോദിച്ചു കഴിഞ്ഞാൽ, ഈ വിഗ്രഹങ്ങളോട് സഹായം ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ നമുക്ക് എന്ത് ചെയ്യും? സഹായം നൽകും. നമ്മൾ ഈ വിഗ്രഹങ്ങളോട് മഴ പെയ്യിപ്പിക്കാൻ വേണ്ടി, മഴ വർഷിപ്പിക്കാൻ വേണ്ടി ഇവരോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഇവർ നമുക്ക് എന്ത് ചെയ്യും? മഴ വർഷിപ്പിച്ചു തരും എന്ന് പറഞ്ഞപ്പോൾ ഇയാൾ പറഞ്ഞു, അങ്ങനെയെങ്കിൽ നിങ്ങളുടെ വിഗ്രഹത്തിൽ നിന്ന് ഒരു വിഗ്രഹത്തെ നമുക്ക് നൽകണം. അങ്ങനെ അവർ ഏത് പേരുള്ള വിഗ്രഹത്തിനാണ് കൊടുക്കുന്നത്? ഇയാൾക്ക് ഏത് പേരുള്ളതാണ്? ഹുബൽ. എന്താണ്? ഹുബൽ എന്ന് പറയുന്ന വിഗ്രഹത്തിനെ എന്ത് ചെയ്യാണ്? ഷാമിലെ ഈ നാട്ടുകാർ അമ്രുബിനു ലുഹൈ
അയാൾക്ക് കൊടുക്കുകയാണ്. ഇയാൾ മക്കയിലേക്ക് തിരിച്ചു വന്നു. ആ കാലഘട്ടം നമ്മൾ പറഞ്ഞതുപോലെ തൗഹീദിന്റെ കാലഘട്ടമാണ്. എന്നാൽ ഇവരുടെ ഗോത്രവും അതുപോലെ തന്നെ ഇയാൾ അതിന്റെ നേതാവുമായതിനാൽ സമൂഹത്തിൽ ഇയാൾക്ക് എന്തുണ്ട്, കുറച്ച് സ്ഥാനമുണ്ടായിരുന്നു. ഇയാൾ പറയുന്ന വാക്കിന് കുറച്ച് സ്ഥാനമുണ്ടായിരുന്നു. ആദ്യം ഇയാൾ ഇവർക്ക് പല കഥകളും പറഞ്ഞു കൊടുത്തു, ഈ വിഗ്രഹങ്ങളെ പറ്റി ഇല്ലാത്ത കഥകളും അതുപോലെ തന്നെ കുറച്ച് കഥകൾ ഇങ്ങനെ പറഞ്ഞു കൊടുത്തു. പക്ഷേ ആളുകൾ എന്ത് ചെയ്തില്ല, പ്രത്യേകിച്ച് ഇതൊന്നും വിശ്വസിച്ചിരുന്നില്ല. അവർ ആരും ഇത് വിശ്വസിച്ചിരുന്നില്ല. പതുക്കെ ഇയാൾ ചെയ്ത കാര്യം എന്താണ്, അവരുടെ തൽബിയത്തിൽ ഒരു പദം കൂട്ടിച്ചേർത്തു. നമുക്കറിയാം ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൽ നിന്ന് അവിടെ ഉണ്ടായിരുന്ന സമുദായം ഹജ്ജ് പഠിച്ചിരുന്നു. എങ്ങനെയാണ് മുസ്ലിമീങ്ങളുടെ തൽബിയത്ത്? ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് എന്ന തൗഹീദിന്റെ വാക്ക്. എന്നാൽ സഹോദരങ്ങളെ, ഈ തൽബിയത്തിൽ ഇയാൾ ഒരു ചെറിയ വാചകം കൂട്ടിച്ചേർത്തു. എന്താണത്? ഇത് പറഞ്ഞതിന് ശേഷം പറയുന്ന വാക്ക് എന്താണ്? ഇല്ലാ ശരീകൻ ഹുവലക്, ആരൊഴികെ? ഒരു പങ്കുകാരൻ ഒഴികെ. നമ്മൾ ശ്രദ്ധിക്കണം ഈ വാക്ക്. ഇത് ജാഹിലിയ കാലഘട്ടമാണ്, 6-ാം നൂറ്റാണ്ടാണ്. ആരോടെങ്കിലും സദൃശ്യം തോന്നുന്നുണ്ടോ എന്ന് എന്ത് ചെയ്യുക, നമ്മൾ ശ്രദ്ധിക്കുക. ഇല്ലാ ശരീകൻ ഹുവലക്, ഒരു പങ്കുകാരൻ ഒഴികെ. തംലികുഹു വമാ മലക്, ആ പങ്കുകാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവെ നീ കൊടുത്ത കഴിവ്. എന്താണ്? നീ കൊടുത്ത കഴിവുള്ള ആളുകളാണ്. ആലോചിച്ച് നോക്കണം. ഇതാണ് തൽബിയത്തിൽ കൂട്ടിച്ചേർത്ത കാര്യം. ഇനി നമ്മൾ ചിന്തിക്കുക, നമ്മളെ നാട്ടിലെ ചില ആളുകൾ എന്താണ് പറയുന്നത്? നമ്മൾ സാലിഹ്യങ്ങളോട് ചോദിക്കുന്നത് അള്ളാഹു കൊടുത്ത കഴിവിൽ നിന്നല്ലേ. ചരിത്രം പഠിക്കണം. അതുകൊണ്ടാണ് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ആരാണോ ജാഹിലിയത്ത് പഠിക്കാത്തത്, ജാഹിലിയത്ത് പഠിക്കാത്ത ഒരു കൂട്ടം ആളുകൾ ഇസ്ലാമിൽ വളർന്നു വന്നു കഴിഞ്ഞാൽ ഇസ്ലാമിന്റെ ഓരോ കണ്ണികൾ അഴിഞ്ഞഴിഞ്ഞു പോകും. റളിയല്ലാഹു അൻഹു എത്ര ഹക്കായ വാക്കാണ് പറഞ്ഞത്. നോക്കൂ സഹോദരങ്ങളെ, നമ്മൾ കൊടുത്ത കഴിവെന്നല്ലേ ചോദിക്കുന്നത്, കൊടുത്ത കഴിവെന്നല്ലേ ചോദിക്കുന്നത് എന്നാണ് പറയുന്നത്. 6-ാം നൂറ്റാണ്ടിൽ അംർ ബിൻ ലുഹൈ എന്ന് പറയുന്നവൻ കൂട്ടിച്ചേർത്ത വാക്ക് ഇതെന്താണ്? ഇല്ലാ ശരീകൻ ഹുവലക് വമാ തംലികുഹു വമാ മലക് എന്ന് അവൻ 6-ാം നൂറ്റാണ്ടിൽ പറഞ്ഞ അതേ ജാഹിലിയത്ത് ഇവിടെ പ്രചരിപ്പിക്കുന്ന ചില ആളുകൾ. നോക്കൂ സഹോദരങ്ങളെ, ശിർക്ക് അയാൾ കൊണ്ടുവരുന്നത് ചെറിയ വാക്കിലൂടെയാണ്. അങ്ങനെ അറബികൾക്കിടയിൽ ചെറിയ രൂപത്തിൽ വിഗ്രഹാരാധന ഉടലെടുക്കാൻ തുടങ്ങി. ഈ രൂപത്തിൽ എന്ത് ചെയ്തു? വിഗ്രഹാരാധന ഉടലെടുക്കാൻ തുടങ്ങി. ആദ്യം അയാൾ പറഞ്ഞിരുന്നത് കഅബ അള്ളാഹുവിന്റെ ഭവനമാണ്, അതിന് വലിയ പദവിയുണ്ട്, അതിനാൽ നിങ്ങൾ യാത്ര പോകുമ്പോൾ അതിന്റെ അടുത്തുള്ള കല്ല് അതെടുത്ത് എന്ത് ചെയ്യുക, യാത്ര പോകണം. അവിടെയുള്ള കല്ലെടുത്തുകൊണ്ട് നിങ്ങൾ ഏത് യാത്രക്കാണോ പോകുന്നത് ആ യാത്ര നിങ്ങൾ എന്ത് ചെയ്യണം, ഈ കല്ലുമായിട്ടാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു. ഇതെന്തിനു വേണ്ടിയാണ്? ആ കഅബയുടെ കല്ല് ആരാധിക്കാനാണോ? അല്ല. ശൈത്താൻ ഒരിക്കലും ഒന്നാമത്തെ പടിയിൽ തന്നെ എന്ത് ചെയ്യില്ല, ഒരു കാര്യത്തിലേക്ക് നമ്മളെ കൊണ്ടിടുകയില്ല. എങ്ങനെയായിരിക്കും? തർത്തീബോടുകൂടി. ഭയങ്കര താല്പര്യമാണ് ഒരുവനെ പിഴപ്പിക്കാൻ. ആദ്യം എന്താണ് ചെയ്യുക? ചെറിയ രൂപത്തിൽ, പിന്നീട് ചെറുത് ചെറുത് ചെറുത്, അവസാനം ഒന്നുമില്ലാത്ത അവസ്ഥയിൽ. നോക്കൂ, ഇവർ എന്തിനാണ് ഇത് ചെയ്തത്? നമ്മളെ വളരെ ബഹുമാനത്തോടു കൂടി കാണുന്ന ഒരു കല്ലേ എന്ന നിലക്കാണ്. അതിനെ ആരാധിക്കാൻ വേണ്ടിയല്ല, മറിച്ച് അതിനെ ബഹുമാനിക്കാൻ വേണ്ടി. അങ്ങനെ ഇവർ ഈ രൂപത്തിൽ യാത്ര പോകുമ്പോൾ കല്ലെടുത്ത് കൊണ്ടുപോകും. ഈ പറഞ്ഞതുപോലെ ബഹുമാനിക്കും, ആരാധിച്ചിരുന്നില്ല. ഇങ്ങനെയാണ് സഹോദരങ്ങളെ പിന്നീട് എന്ത് ചെയ്യാൻ തുടങ്ങി? ഈ കല്ലിനെ തന്നെ ആരാധിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി. ബഹുമാനിച്ച് അവസാനം ഈ കല്ലിനെ തന്നെ ആരാധിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി. പിന്നീട് എന്തായി? അറബികൾക്കിടയിൽ വിഗ്രഹാരാധന പൊതുവായി മാറി. പിന്നീട് അത് സർവ്വസാധാരണമായി മാറുകയാണ്. അങ്ങനെ സഹോദരങ്ങളെ പിന്നീട് അവർക്കിടയിൽ ധാരാളം വിഗ്രഹങ്ങൾ വരാൻ തുടങ്ങി. ആദ്യം ഒരു ഹുബൽ എന്ന് പറയുന്ന വിഗ്രഹമായിരുന്നു എങ്കിൽ പിന്നീട് ലാത്തയും ഉസ്സയും മനാത്തയും അടങ്ങുന്ന ധാരാളം ആരാധ്യ വസ്തുക്കൾ മക്കക്കാർക്കിടയിലേക്ക് വരികയാണ്. എത്രത്തോളം? വളരെ പഴക്കം മുന്നേയുള്ള ആരാധ്യ വസ്തുക്കൾ വരെ മക്കക്കാർ പിന്നീട് എന്ത് ചെയ്യാൻ തുടങ്ങി? ആരാധിക്കാൻ തുടങ്ങി. ഇങ്ങനെയാണ് സഹോദരങ്ങളെ ശിർക്ക് കടന്നുകൂടുക. എത്ര തന്നെ നമ്മൾ ശ്രദ്ധിച്ചാലും നമ്മളിൽ പഠനമില്ല എങ്കിൽ നമ്മളിലും ഇതുപോലെ ശിർക്ക് കടന്നുകൂടും. യാതൊരു സംശയവുമില്ലാത്ത കാര്യമാണ്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൽ നിന്ന് തൗഹീദ് മനസ്സിലാക്കിയ ആളുകൾ പിന്നീട് കാലഘട്ടം കഴിഞ്ഞ് ഏതവസ്ഥയിലേക്ക് എത്തി? ആ ശിർക്കാകുന്ന ഏറ്റവും വലിയ പാപത്തിലേക്ക് എത്തി. അങ്ങനെ സഹോദരങ്ങളെ, അവർ യാത്രകളിൽ അവരുടെ കയ്യിൽ ആരാധിക്കാൻ ഒരു കാര്യവുമില്ല എങ്കിൽ എത്രത്തോളം അവരെന്ത് ചെയ്യും? മരുഭൂമിയിലെ മണ്ണിങ്ങനെ കൂട്ടി വെച്ചുകൊണ്ട് അതിനെ ആരാധിക്കും. ഒന്നും കിട്ടിയില്ല എങ്കിൽ
മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന അതിങ്ങനെ കൂട്ടിവെച്ചുകൊണ്ട് അതിനെ ആരാധിക്കും. അതുപോലെ തന്നെ വൃത്തികെട്ട ചില സ്ത്രീകളെ അവർ ആരാധിച്ചിരുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കോപം കൊണ്ട് കല്ലായി പോയ ആളുകൾ എന്ന് പറയപ്പെടുന്ന ആളുകളുണ്ട്. അവരെ വരെ ഇവർ ആരാധിച്ചിരുന്നു. അത്രയും മോശമായ സ്ത്രീകൾ. അതുകൊണ്ടാണ് സഹോദരങ്ങളെ ചിലർ പറഞ്ഞത് അറബികളുടെ ആരാധനാ വിഗ്രഹങ്ങൾ അത്ഭുതപ്പെടുത്തുന്ന കാര്യങ്ങളായിരുന്നു. അത്രയും മോശമായ, ചിലത് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുകയില്ല, അത് പറയാൻ സാധിക്കുകയില്ല. അത്രയും മോശമായ കാര്യങ്ങളെ ആരാധിച്ചിരുന്ന ഒരു സമുദായം. ഇങ്ങനെ ആരാധിക്കപ്പെടുന്ന കാര്യങ്ങൾ ഉള്ളത് കൊണ്ടാണ് പല ആളുകളും ഇസ്ലാം സ്വീകരിക്കാൻ കാരണമായത്. പല ആളുകളും ഇസ്ലാം സ്വീകരിക്കാൻ കാരണമായത് തന്നെ എന്താണ്? ഈ രൂപത്തിൽ ആരാധ്യ വസ്തുക്കൾ ഉണ്ടായത് കൊണ്ടാണ്. എന്താണ്, ചില ആളുകൾ എന്ത് ചെയ്തു, ഈ ആരാധ്യ വസ്തുക്കൾ അഥവാ വിഗ്രഹത്തിന് മേൽ പാലുകളും അതുപോലുള്ള സാധനങ്ങളും ഒഴിക്കും. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ ഈ പാൽ എന്ത് ചെയ്യുകയാണ്, ഒരു നായ വന്ന് നക്കിക്കുടിക്കുകയാണ്. ഇത് കാണുമ്പോൾ ഇവർ ചിന്തിക്കുകയാണ്, ഞാൻ ഈ ഒഴിച്ച പാല് ഈ ആരാധ്യ വസ്തുക്കൾക്ക് ഒരു ഉപകാരവും ചെയ്യുന്നില്ല, നായക്കളൊക്കെ വന്നാണ് കുടിക്കുന്നത് എന്ന ചിന്ത കാരണത്താൽ ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആളുകളുണ്ട്. അതുകൊണ്ടാണ് സഹോദരങ്ങളെ പല ആളുകളും പിന്നീട് വിഗ്രഹ ആരാധന നിർത്തിവെക്കുന്നത്, ഇസ്ലാമിലേക്ക് അൽഹംദുലില്ലാ അവരുടെ ഹൃദയം വിശാല ആകുന്നത്. ഇങ്ങനെ സഹോദരങ്ങളെ പല മോശാവസ്ഥയിലും അറബികൾ കടന്നുപോയത് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അറബികളുടെ മറ്റൊരു വിശേഷണമായിരുന്നു മദ്യത്തോടുള്ള അങ്ങേയറ്റത്തെ സ്നേഹം. ഒന്നാമത് നമ്മൾ പറഞ്ഞ കാര്യം എന്താണ്, ഇതുപോലെ ഒരർത്ഥവുമില്ലാത്ത കാര്യങ്ങളെ ആരാധിച്ചിരുന്നു. രണ്ടാമത്തേത്, അവർക്ക് മദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെള്ളം എങ്ങനെയാണോ കുടിക്കുന്നത് അതുപോലെ മദ്യം കുടിച്ചിരുന്ന ആളുകളായിരുന്നു മക്കയിലെ നാട്ടുകാർ. മദ്യം അവരുടെ സംസ്കാരത്തിന്റെ ഭാഗമായിരുന്നു. മദ്യം അവരുടെ സംസ്കാരത്തിന്റെ ഭാഗമായിരുന്നു. ഏത് സമയത്തും മദ്യശാലകൾ അവിടെ തുറന്നിട്ട അവസ്ഥയാണ്. നമ്മുടെ നാട്ടിൽ പറയുകയാണെങ്കിൽ 24 hours തുറക്കുന്ന ഒരൊറ്റ കട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കയിൽ അന്ന് മദ്യഷാപ്പുകളായിരുന്നു. അത് ഏത് സമയത്തും എത്ര വേണമെങ്കിലും അവിടെ ലഭിക്കുമായിരുന്നു. നമുക്കറിയാം അറബികളുടെ പൊതു ശൈലിയാണ്, അവർക്കൊരു കാര്യത്തിനോട് ഇഷ്ടമുണ്ടായി കഴിഞ്ഞാൽ അതിന് ധാരാളം പേരുകൾ ഉണ്ടാകും. ഒരു കാര്യത്തിന് അവർക്ക് ധാരാളമായി ഇഷ്ടമുണ്ടെങ്കിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഈത്തപ്പഴം എത്ര രൂപത്തിലുണ്ട്, എത്ര പേരുകളുണ്ട്. അത് അറബികളുടെ പൊതു ശൈലിയാണ്. ഇതുപോലെ തന്നെയാണ് മദ്യവും. ആ മദ്യത്തിന് ധാരാളം പേരുകൾ ഉണ്ടായിരുന്നു. എത്രത്തോളം? ഒരു മത്തുണ്ടാക്കുന്നതാണെങ്കിൽ അതിൻ്റെ പേരിങ്ങനെ, അതിൽ നിന്ന് ചെറിയ രൂപത്തിൽ മാറുന്നതാണെങ്കിൽ അതിൻ്റെ പേരിങ്ങനെ. അതുപോലെ തന്നെ രുചി, അതിൻ്റെ രുചി അനുസരിച്ച് രൂപമാറ്റം ഉണ്ടാവുമെങ്കിൽ അതിൻ്റെ പേര് ഇന്നത് എന്ന രൂപത്തിൽ ധാരാളം മദ്യങ്ങൾ കാണാൻ സാധിക്കും. ഇന്നും അങ്ങനെ തന്നെയാണ്. പല പേരുകളിലാണ് അത് കാണാൻ സാധിക്കുക. നമുക്കറിയാം തിജാറ എന്ന് പൊതുവെ എന്തിനാണ് പറയുക? തിജാറ, കച്ചവടം. പക്ഷെ അവർ അന്ന് തിജാറ എന്ന് പറഞ്ഞിരുന്നത് കള്ള് കച്ചവടത്തിനായിരുന്നു. അങ്ങനെ അവരുടെ ജീവിതത്തിൽ കള്ള് എന്ന് പറയുന്ന കാര്യം ലയിച്ചിരുന്നു. അത്രമാത്രം സ്വാധീനം അവർക്കിടയിൽ മദ്യം ഉണ്ടാക്കിയിരുന്നു. അതുപോലെ തന്നെ രണ്ടെണ്ണമായി. മൂന്നാമത്തെ കാര്യം, അവർക്കിടയിൽ നിലനിന്നിരുന്ന മറ്റൊരു കാര്യമായിരുന്നു ചൂതാട്ടം എന്നുള്ളത്. അവർക്കിടയിൽ നിലനിന്നിരുന്ന മറ്റൊരു കാര്യമാണ് ചൂതാട്ടം എന്നുള്ളത്. എത്രത്തോളം? ചൂതാട്ടം ഉപേക്ഷിക്കുക എന്നത് ഒരാളുടെ ന്യൂനതയായി കണ്ടിരുന്നു. ചൂതാട്ടം ഉപേക്ഷിക്കുന്ന ഒരു മനുഷ്യനെ കണ്ടാൽ അയ്യേ നീ ചൂതാട്ടം ചെയ്യാറില്ല എന്ന് ചോദിച്ചിരുന്ന, അതൊരു ന്യൂനതയായി കണ്ടിരുന്ന ഒരു സമുദായമായിരുന്നു അവരുടേത്. ചൂതാട്ടത്തിന് വേണ്ടി അവരുടെ സമ്പത്ത് ചിലവഴിക്കും. ഇനി സമ്പത്തൊന്നും ലഭിച്ചില്ലെങ്കിൽ ഭാര്യയെയും മക്കളെയും വെച്ച് എന്ത് ചെയ്യും? അവർ ചൂതാട്ടം നടത്തും. സുബ്ഹാനല്ലാഹ്. അവർ സമ്പത്തെല്ലാം ഇല്ലാതായി കഴിഞ്ഞാൽ പിന്നീട് ചെയ്യുന്ന കാര്യം എന്താണ്? സ്വന്തം ഭാര്യയെയും മക്കളെയും എന്ത് ചെയ്യാണ്? ചൂതാട്ടത്തിന് വേണ്ടി വെക്കുകയാണ്. അങ്ങനെ ഈ ഭാര്യയും മക്കളെയും മറ്റുള്ള ആളുകൾ കൊണ്ട് നടക്കുന്നത് ഇവരുടെ കണ്ടുകൊണ്ട് അവർ കാണും. അത് അവർക്കിടയിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. ഇങ്ങനെ പ്രശ്നങ്ങളാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ. ഇപ്പോൾ കള്ളു കുടിച്ചതിന്റെ പേരിൽ നമ്മൾ ഇന്ന് കാണുന്നത് പോലെ കൊലപാതകവും അതൊക്കെ നടക്കുന്നുണ്ട്. അത് വേറൊരു കാര്യം. ശിർക്ക് ചെയ്യുന്നത് കൊണ്ട് അവിടെ വലിയ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ചൂതാട്ടം കാരണത്താൽ ഇവർക്കിടയിൽ പ്രശ്നങ്ങൾ, യുദ്ധങ്ങളും വരെ നടക്കുന്നുണ്ട്. ഇതാണ് മൂന്നാമത്തെ കാര്യം. അടുത്ത കാര്യം സഹോദരങ്ങളെ പലിശയാണ്. അവർക്കിടയിൽ പലിശ വ്യാപകമായിരുന്നു. അത് ആരിൽ നിന്ന് കടമെടുത്തതാണ്? ജൂതന്മാരിൽ നിന്നാണ് അവർക്ക് ലഭിച്ചത്, മക്കക്കാർക്ക്. അവരിൽ ഒരു കൊല്ലം 100 രൂപയാണ് അല്ലെങ്കിൽ 100 ദീനാറാണ് പലിശയെങ്കിൽ തൊട്ടടുത്ത വർഷം അത് 200 ആയിട്ടുണ്ടാകും. അങ്ങനെ വർദ്ധിച്ച് അവർക്ക് ഈ കടം കൊടുക്കാൻ സാധിക്കാതെ കുടുംബത്തിലുള്ള പലതും അവർക്ക് നഷ്ടപ്പെടും. അങ്ങനെ അവർ കച്ചവടം പോലെയായിരുന്നു എന്തിനെ കണ്ടിരുന്നത്? പലിശയെ കണ്ടത്. അതുകൊണ്ടാണ് ഖുർആനിൽ പറഞ്ഞത് ഇന്നമൽ റിബ മിസ്ലു, എന്താണ്? പലിശ എന്ന് പറയുന്നത് ഏതുപോലെയാണ്? കച്ചവടം പോലെയാണ് എന്ന് അവർ പറഞ്ഞിരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല
അതിനെ തിരുത്തി പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് അടുത്തത്. ഇനി അവരിൽ വ്യാപകമായി ഉണ്ടായിരുന്ന മറ്റൊരു കാര്യം എന്താണ്? വ്യഭിചാരം. മക്കക്കാർക്കിടയിൽ വ്യാപകമായി ഉണ്ടായിരുന്ന കാര്യമായിരുന്നു വ്യഭിചാരം എന്നത്. അതൊരു മോശമായ കാര്യമായി അവർക്കിടയിൽ കണ്ടിരുന്നേയില്ല. സർവ്വസാധാരണമായ, നമ്മൾ ഉച്ചയ്ക്ക് ചോറ് കഴിക്കുന്നത് പോലെ അവർക്കിടയിൽ സർവ്വസാധാരണമായ കാര്യമായിരുന്നു എന്ത്? വ്യഭിചാരം എന്നുള്ളത്. ഇന്ന് നമ്മൾ പറയുന്നത് പോലെ ബോയ് ഫ്രണ്ടും ഗേൾ ഫ്രണ്ടും അന്ന് കാലത്ത് തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല സ്ത്രീകളെ കുറിച്ച് പറഞ്ഞത് വലാ മുത്തഖിദാത്തി അഖ്ദാൻ. നല്ല സ്ത്രീകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ബോയ് ഫ്രണ്ടിനെയോ അല്ലെങ്കിൽ ഗേൾ ഫ്രണ്ടിനെയോ ഒന്നും സ്വീകരിക്കാതെ അള്ളാഹുവെ സൂക്ഷിച്ച് നടക്കുന്ന നല്ലവരായ സ്ത്രീകൾ എന്ന് പറഞ്ഞതായി കാണാൻ സാധിക്കുക. അത്ഭുതം എന്തെന്നാൽ ഈ കാര്യങ്ങളൊക്കെ ഇന്ന് സമൂഹത്തിൽ സാധാരണമായി കൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇതെന്താണ്? ജാഹിലിയത്താണ്. പക്ഷെ ചോദിച്ചാലോ, ഇത് പുതിയ ജനറേഷൻ, അതുപോലെ തന്നെ നമ്മൾ പുതുതായി ഉണ്ടാക്കിയത്, ഇത് ജാഹിലിയത്താണ്. നിങ്ങൾ എത്ര അലങ്കരിച്ചാലും ഇത് ജാഹിലിയത്താണ്. അതുകൊണ്ടാണ് ആദ്യം പറഞ്ഞതുപോലെ സഹോദരങ്ങളെ ചരിത്രം പഠിക്കണം എന്ന് പറയുന്നത്. ഏത് കോളേജുകളും സ്കൂളുകളും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഈ രൂപത്തിൽ ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. ഇത് മാതാപിതാക്കൾക്ക് വരെ അറിയാം. അവർ വരെ ഇതെന്താണ് വലിയ എന്തോ കാര്യമായിട്ടാണ് കാണുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എവിടെ എത്തി നിൽക്കുന്നത് എന്നുള്ളത് നമ്മൾ ആലോചിക്കുക. ജാഹിലിയത്തിന്റെ ആ ഒരു കാലഘട്ടത്തിലേക്കാണോ നമ്മൾ പോകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇനി സഹോദരങ്ങളെ, ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞതായി കാണാം, 4 രൂപത്തിലുള്ള ലൈംഗിക ബന്ധങ്ങളായിരുന്നു അറബികൾക്കിടയിൽ ഉണ്ടായിരുന്നത്. 4 രൂപത്തിൽ ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ 4 രൂപത്തിലാണ് അവർക്കിടയിൽ ഈ രൂപത്തിലുള്ള ബന്ധം ഉണ്ടായിരുന്നത്. ഒന്ന് എന്താണ്? നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന സാധാരണ രൂപത്തിലുള്ള ഭാര്യയും ഭർത്താവും എന്നുള്ള ആ ഒരു ബന്ധം. അതാണ് ഒന്നാമത്തേത്, സാധാരണ നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു രൂപം, ഒരാൾ കല്യാണം കഴിക്കും. അയാൾ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ നാട്ടിലെ വലിയ ഒരു വ്യക്തി, ഇത് രണ്ടാമത്തെ രൂപമാണ്, നാട്ടിൽ നല്ല ശക്തനായ, അതല്ല എങ്കിൽ വലിയ സ്ഥാനമുള്ള, അതല്ല എങ്കിൽ നല്ല ബുദ്ധിയുള്ള ഒരാളുണ്ട് എന്ന് കരുതുക. അങ്ങനെയെങ്കിൽ ഇവരെന്ത് ചെയ്യും? ഇവരുടെ ഭാര്യമാരെ അങ്ങനെയുള്ള ആളുകളിലേക്ക് അയക്കും. എന്തിനു വേണ്ടിയാണ്? നമുക്ക് ഇതുപോലുള്ള മക്കളെ ലഭിക്കാൻ. ആലോചിച്ച് നോക്കണം, അള്ളാഹുവിന്റെ ദീനില്ല എങ്കിൽ 4 കാലുകൾക്ക് സമമാണ് എന്ന് പറയുന്നത് എത്ര ഹക്കാണ്. അവരെന്താണ് ചെയ്യുക? ഇങ്ങനെ നല്ല ബുദ്ധിയുള്ള മക്കളെ ലഭിക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള ആളുകളിലേക്ക് അയക്കും. ഇതാണ് രണ്ടാമത്തെ രൂപം. ഒന്നാമത്തെ രൂപം സാധാരണ നമ്മൾ കണ്ടുവരുന്നത്, രണ്ടാമത്തത് ഈ രൂപത്തിൽ. മറ്റൊരു രൂപം, സ്ത്രീ എന്ത് ചെയ്യും? അവൾ ധാരാളം ആളുകളുമായി ബന്ധത്തിൽ ചേരും. എന്നിട്ട് അവരെല്ലാവരും എന്ത് ചെയ്യും? ഇവൾ പ്രസവിച്ചു കഴിഞ്ഞാൽ ഇവരെല്ലാവരും ഒരുമിച്ച് കൂട്ടും. എന്നിട്ട് എന്ത് പറയും? ഒരാളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയും, ഇതാണ് എൻ്റെ ഭർത്താവ് എന്ന് പറയും. അതെന്ത് ചെയ്യുക? എല്ലാവരും അംഗീകരിക്കുക, ആരും നിഷേധിക്കാൻ പാടില്ല. ഇതാണ് എത്രാമത്തെ രൂപം? 3ാമത്തെ രൂപം. ഇനി സഹോദരങ്ങളെ, 4ാമത്തേത് യഥാർത്ഥത്തിലുള്ള വേശ്യപ്പണി. അഥവാ അങ്ങനെയുള്ള സ്ത്രീകളുടെ വീടിന് മുന്നിൽ എന്തുണ്ടാകും? ചില അലാമാത്തുകൾ, ചില സൂചനകൾ ഉണ്ടാകും. അവരുടെ അടുക്കലേക്ക് എന്താണ്? ആളുകളൊക്കെ പോകും. അത് അറിയപ്പെട്ട ഒരു കാര്യമായി ഈ രൂപത്തിൽ വ്യഭിചരിച്ചിരുന്ന ആളുകൾ. പക്ഷെ ഇതൊക്കെ ഒരു തിന്മയായി കണ്ടിരുന്നോ? ഇല്ല. ഇതൊക്കെ സർവ്വസാധാരണമായി അവർ കണ്ടിരുന്നു. ഇതാണ് സഹോദരങ്ങളെ അവർക്ക് ഉണ്ടായിരുന്ന മറ്റൊരു കാര്യം എന്നുള്ളത്. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, അവരിൽ കണ്ടുകൊണ്ടിരുന്ന മറ്റൊരു കാര്യമാണ് അവരുടെ കീഴിലുണ്ടായിരുന്ന സ്ത്രീകളെയും അതുപോലെ തന്നെ അടിമ സ്ത്രീകളെയും നിർബന്ധിച്ച് ഇതുപോലുള്ള കാര്യങ്ങളെ ചെയ്യിപ്പിക്കുക എന്നുള്ളത്. ആലോചിച്ച് നോക്കൂ സഹോദരങ്ങൾ, എത്ര നീചന്മാരായ ഒരു സമുദായമാണ് എന്നുള്ളത്. അതുപോലെ തന്നെ ചിലപ്പോൾ പിതാവ് കല്യാണം കഴിച്ച സ്ത്രീ എന്ത് ചെയ്യും? മകൾ അല്ലെങ്കിൽ മക്കൾ വിവാഹം ചെയ്യും ഈ രൂപത്തിൽ, അഥവാ പിതാവിന്റെ മരണശേഷം. ഇങ്ങനെയൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിൽ യാതൊരു നിയന്ത്രണവും ഇല്ലാത്ത ഒരു കാലഘട്ടം. ഇന്ന് നമ്മുടെ നാട്ടിലെ പുരോഗമനവാദികൾ എന്ന് പറയുന്നവർ ഈ ഒരു ആശയത്തിലേക്കാണ് നമ്മളെ ക്ഷണിക്കുന്നത്. നമുക്കത് കാണാൻ സാധിക്കും. ഒരു ഉളുപ്പുമില്ലാതെ എന്ത് ചെയ്യാണ്? ഇതിങ്ങനെ പറയുകയാണ്. പക്ഷെ നോക്കൂ സഹോദരങ്ങളെ, നമ്മളിത് കാണുന്നത് യഥാർത്ഥ ജാഹിലിയത്ത് ആയിട്ടാണ് എന്നുള്ളത് നമ്മൾ പഠിക്കണം. അതുപോലെ തന്നെ അറബികൾക്കിടയിൽ വളരെ മോശമായി നിലനിന്നിരുന്ന ഒരു കാര്യമായിരുന്നു പെൺകുട്ടികൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അവരെ കുഴിച്ചു മൂടുക എന്നുള്ളത്. പെൺകുട്ടികൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അവരെ കുഴിച്ചു മൂടുക എന്നുള്ളത്. പക്ഷേ എല്ലാ അറബികളും പെൺമക്കളെ കുഴിച്ചു മൂടിയിരുന്നില്ല. 10 ഗോത്രമുണ്ട് എങ്കിൽ അതിൽ ഒരു ഗോത്രം ഈ രൂപത്തിലുള്ള കാര്യം ചെയ്യുമായിരുന്നു. എത്രത്തോളം? ചിലർ ഗർഭസമയത്ത് കച്ചവടത്തിനും മറ്റു യാത്രക്ക് പോകും. അങ്ങനെ ഭർത്താക്കന്മാർ നമുക്കറിയാം, പണ്ട് കാലഘട്ടത്ത് യാത്ര പോയി കഴിഞ്ഞാൽ 3-4 വർഷം കഴിഞ്ഞിട്ടാണ് വരിക. അപ്പൊ ഈ കുട്ടിക്ക് എത്ര വയസ്സായിട്ടുണ്ടാകും?
4-5 വർഷം കഴിഞ്ഞതുകൊണ്ട് 4-5 വയസ്സായിട്ടുണ്ടാകും. ഇവർ വന്നു കഴിഞ്ഞാൽ ഈ പെൺകുട്ടികളെ കണ്ടാൽ ആ കുട്ടികളുടെ കൈ പിടിച്ചുകൊണ്ട് എന്ത് ചെയ്യാണ്, നേരെ ഒരു സ്ഥലത്ത് പോയി ജീവനോടെ കുഴിച്ചുമൂടുകയാണ്. ഇതൊക്കെ വലിയ അഭിമാനത്തോടു കൂടി കണ്ടിരുന്ന കാര്യമാണ്. നമ്മളാണെങ്കിൽ എന്താണ് ചെയ്യുക, നീ എന്ത് പണിയാണ് ഇത്? ഇതൊക്കെ നാട്ടിലുള്ള ആളുകൾ സർവ്വസാധാരണമായി കണ്ടിരുന്ന ഒരു കാലമായിരുന്നു. എത്രമാത്രം ക്രൂരത നിറഞ്ഞ ആളുകളാണ് സഹോദരങ്ങളെ എന്നത് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ ആലോചിച്ച് നോക്കാം, നമ്മുടെ മക്കള് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര പ്രയാസമുണ്ടാകും. പക്ഷെ ഇവരുടെ ആ ഒരു കാലഘട്ടം നോക്കൂ. ഇതെന്താണ് കാരണം? ഇൻഷാ അല്ലാഹ് അത് അവസാനം പറയാം. ഇനി സഹോദരങ്ങളെ, ഇതായിരുന്നു ഒരു കാര്യം. ഇനി അടുത്തത് എന്താണ്? ഇനി ആണായിക്കൊള്ളട്ടെ പെണ്ണായിക്കൊള്ളട്ടെ, ദാരിദ്ര്യം ഭയന്നുകൊണ്ട് എന്ത് ചെയ്യാറുണ്ട്? അവർ മക്കളെ കൊന്നുകളയാറുണ്ട്. ദാരിദ്ര്യം ഭയന്നുകൊണ്ട് അവരെന്ത് ചെയ്യാറുണ്ട്? അവരുടെ മക്കളെ കൊന്നുകളയാറുണ്ട്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞത്, വലാ തഖ്തുലു ഔലാദകും മിൻ ഖശിയത്തിൽ ഇംലാഖ്. നിങ്ങൾ പട്ടിണി ഭയന്നുകൊണ്ട് എന്ത് ചെയ്യാൻ പാടില്ല? നിങ്ങളുടെ മക്കളെ കൊന്നുകളയാൻ പാടില്ല എന്ന് അള്ളാഹു പറഞ്ഞത്. ഇതുപോലെ ദരിദ്രരായ കുടുംബങ്ങളിൽ പ്രത്യേകിച്ച് ഈ രൂപത്തിൽ കൊന്നുകളയുന്നതും പതിവായിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വല്യപ്പയായ അബ്ദുൽ മുത്തലിബ് 10 കുട്ടികൾ ഉണ്ടായാൽ ഒരു കുട്ടിയെ കൊന്നുകളയാമെന്ന് നേർച്ച നേർന്നിരുന്നു. അബ്ദുൽ മുത്തലിബ് 10 ആൺമക്കൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു മകനെ കൊന്നുകളയുമെന്ന് നേർച്ച നേർന്നിരുന്നു. ആ നേർച്ച പാലിക്കാൻ അദ്ദേഹം തിരഞ്ഞെടുത്ത വഴി നറുക്കെടുക്കുക എന്നതായിരുന്നു. നറുക്കെടുത്തുകൊണ്ട് ആരുടെ പേരാണോ ലഭിക്കുന്നത് അവനെ കൊന്നുകളയാം എന്നതായിരുന്നു. അങ്ങനെ അവർ നറുക്കെടുത്തപ്പോൾ അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള മകനായിരുന്നു ആ നറുക്കിൽ വന്നത്. ആരാണത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പയായ അബ്ദുള്ള. അങ്ങനെ സഹോദരങ്ങളെ, അദ്ദേഹത്തിന് ഒരു പ്രയാസമുണ്ടായി. കാരണം സ്നേഹമുള്ള മകനാണ്, കൊന്നുകളയണം എന്നത് അദ്ദേഹത്തിന് ചിന്തിക്കാൻ പോലും സാധിക്കുന്നില്ല. അങ്ങനെ ഇവരെല്ലാവരും കൂടി ഒരു ജ്യോത്സ്യന്റെ അരികിലേക്ക് പോയി. അപ്പോൾ അയാൾ അവരോട് ചോദിച്ചു, നിങ്ങളുടെ അടുക്കൽ ഒരാളെ കൊന്നാൽ ബ്ലഡ് മണിയായി എന്താണ് പൊതുവെ നിശ്ചയിക്കാറുള്ളത്? അവർ പറഞ്ഞു, ഒരു ശരീരത്തിന് 10 ഒട്ടകങ്ങളെ വെച്ചാണ്. അങ്ങനെ ആ ജ്യോത്സ്യൻ പറഞ്ഞു, അങ്ങനെയെങ്കിൽ 10 ഒട്ടകങ്ങളെ ഒരു ഭാഗത്ത് വെക്കുക, അബ്ദുള്ളയുടെ പേരും അല്ലെങ്കിൽ ആ നറുക്കെടുക്കാനുള്ള കാര്യങ്ങളും ഒരു ഭാഗത്ത് വെക്കുക, എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? നറുക്കെടുക്കുക. എത്ര തവണയാണ് അബ്ദുള്ളയുടെ പേര് ലഭിക്കുന്നത് അത്ര തവണ ഒട്ടകത്തെ നിങ്ങൾ അറക്കുക. ഇനി വേറെ പേരാണ് വരുന്നതെങ്കിൽ ആ മകനെ എന്ത് ചെയ്തു? കൊന്നുകളഞ്ഞു. കാരണം അബ്ദുള്ളയെ അറക്കാതിരിക്കാനാണ് ഈ രൂപത്തിൽ ചെയ്തത്. അങ്ങനെ സഹോദരങ്ങളെ, 10 തവണ നറുക്കിട്ടു. 10 തവണയും പേര് വന്നത് ആരുടെയാണ്? അബ്ദുള്ളയുടേതാണ്. അങ്ങനെ അബ്ദുൽ മുത്തലിബ് എത്ര ആടിനെ അറുത്തു? എത്ര ഒട്ടകത്തെ അറുത്തു? 10? ഒരു 100 ഒട്ടകങ്ങളെയാണ്. ഒരു ആളെ കൊന്നാലാണ് എന്ത്? 10 ഒട്ടകം. അപ്പോൾ 10 വട്ടം പേര് വന്ന അത്രേ 100 ഒട്ടകത്തെ അറുത്തു എന്ന് ചരിത്രങ്ങളിൽ കാണാം. ഇത് കഥയായി പറയുന്നതല്ല, ചരിത്രങ്ങളിൽ രേഖപ്പെടുത്തിയ കാര്യമാണ്. നമ്മൾ ആലോചിച്ച് നോക്കണം ആ കാലഘട്ടം എന്താണ് എന്നുള്ളത് നമ്മൾ ആലോചിച്ച് നോക്കണം. പറഞ്ഞു വന്നത്, മക്കളെ ഇങ്ങനെ കൊല്ലുക എന്നത് അറബികൾക്കിടയിൽ നിന്നിരുന്ന ഒരു സമ്പ്രദായമായിരുന്നു. എന്നാൽ ഇവരിൽ യാതൊരു നന്മയുമില്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കുമോ? അങ്ങനെ പറയാൻ സാധിക്കുകയില്ല. അറബികൾക്ക് ചില നേരിയ തോതിൽ ചില നന്മകൾ ഉണ്ടായിരുന്നു. അതിലൊന്നായിരുന്നു എന്ത്? ഗൈറത്ത് എന്നുള്ളത്. അതിലൊന്നായിരുന്നു അറബികൾക്ക് പണ്ട് മുതലേ ഉണ്ടായിരുന്ന ഒരു നന്മയാണ് ഗൈറത്ത് എന്നുള്ളത്, ആത്മരോഷം. ഇന്ന് പല ആണുങ്ങൾക്കും, മുസ്ലിമായ പല ആണുങ്ങൾക്ക് പോലും ഇല്ലാത്ത ഒരു നല്ല സ്വഭാവമാണ്. എന്താണ് ഗൈറത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളുടെ സ്വന്തം ഭാര്യമാരെയും മക്കളെയും മറ്റുള്ള ആളുകൾ കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു മനസ്സിൽ കുത്തുണ്ടല്ലോ, അതാണ് ഗൈറത്ത് എന്ന് പറയുക. ഇതൊക്കെ വിശദീകരിക്കുക എന്നുള്ളത് നമ്മുടെ കാലഘട്ടത്തിന്റെ അധപതനമായി കണ്ടാൽ മതി. ഇതൊന്നും വിശദീകരിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇന്ന് സാധാരണക്കാർ അവരെന്താണ് ചെയ്യുന്നത്? സ്വന്തം ഭാര്യയായാലും മക്കളായാലും സോഷ്യൽ മീഡിയ ആയിക്കോട്ടെ, ഇനി അതല്ല എങ്കിൽ ഒരു കല്യാണ വീടായിക്കോട്ടെ, എങ്ങനെ അലങ്കരിക്കാൻ പറ്റുമോ അങ്ങനെയും അലങ്കരിച്ചുകൊണ്ട് ഇവളെയും കൂട്ടി അവൻ പോകും, അങ്ങ് അയച്ചു വിടും. എന്നിട്ട് ഇവരെ ആരാണ് നോക്കി ആസ്വദിക്കുന്നത്? പല രൂപത്തിലുള്ള ആളുകളും ഇവരെ നോക്കി എന്ത് ചെയ്യാണ്? ആസ്വദിക്കുകയാണ്. പക്ഷേ അറബികളിൽ ഇതവർ വളരെ വളരെ ഗൗരവത്തിൽ കണ്ടിരുന്ന ഒരു സ്വഭാവമായിരുന്നു ഗൈറത്ത്. എത്രത്തോളം? ചിലർ പറഞ്ഞതായി കാണാം, ഇങ്ങനെ പെൺകുട്ടികളെ കൊന്നുകളഞ്ഞത് ഇവർ വലുതായി കഴിഞ്ഞാൽ എന്തെങ്കിലും മോശമായ കാര്യം ചെയ്യുമോ എന്ന് ഭയന്നിട്ടാണ്. കാരണം അത്രയും ഗൈറത്ത്, അതിന്റെ ഹദ്, അതിന്റെ പരിധി ലംഘിച്ച് അങ്ങേ അറ്റമെത്തി ആ ഗൈറത്ത് കൂടിക്കൊണ്ട്. ഇതാണ് ഒരു സ്വഭാവം. മറ്റൊരു സ്വഭാവം എന്തെന്നാൽ അത് സറാഹത്താണ്, അഥവാ തുറന്നു പറയും. അറബി നാട്ടിൽ ജീവിച്ച ആളുകളുണ്ടെങ്കിൽ ഇന്നും നമുക്കത് കാണാൻ സാധിക്കും. നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവരതെന്ത് ചെയ്യും? മുഖത്ത് നോക്കി പറയും. ഉള്ളിൽ വെക്കുന്ന ഒരു സ്വഭാവം അറബികൾക്കിടയിൽ കാണാൻ സാധിക്കുകയില്ല. അതാണ് സറാഹത്ത് എന്ന് പറഞ്ഞാൽ.
ഉള്ള കാര്യം എന്താണ്? മുഖത്ത് നോക്കി പറയുക എന്നുള്ളത്. അഥവാ ഉള്ളിലൊന്ന് വെച്ചുകൊണ്ട് പുറത്തേക്ക് തക്കല്ലുഫ് കാണിച്ചുകൊണ്ട് ഇങ്ങനെ സംസാരിക്കുക അല്ലെങ്കിൽ പെരുമാറുക എന്നുള്ളത്. ഒരു കാര്യം ഒരാളിൽ കണ്ടു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? അത് പ്രകടമായി പറയും എന്നുള്ളത്. തുറന്ന സമീപനമാണ് അറബികളുടേത്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, സത്യം മാത്രം പറയുക എന്നതും പണ്ട് മുതലേ ഉണ്ടായിരുന്ന കാര്യമായിരുന്നു. അവർക്കിടയിൽ സത്യം മാത്രം പറയുക എന്നതും വലിയ നന്മയായിരുന്നു. അവർക്ക് അളവ് ഒളിപ്പിച്ചു വെക്കുക എന്നത് അവർക്ക് വളരെ പ്രയാസമുണ്ടാകുന്ന, അല്ലെങ്കിൽ സത്യം ഒളിപ്പിച്ചു വെക്കുക എന്നുള്ളത് വളരെ പ്രയാസമുണ്ടാക്കുന്ന കാര്യമാണ്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, അവരിൽ കണ്ടുവരുന്ന നല്ലൊരു സ്വഭാവമായിരുന്നു അതിഥികളെ ആദരിക്കുക എന്നത്. ജാഹിലിയ കാലഘട്ടത്തിൽ അവരിൽ ഉണ്ടായിരുന്ന ചില നന്മകളിൽപ്പെട്ടതാണ് അതിഥികളെ ആദരിക്കുക എന്നത്. അതുപോലെ തന്നെ നല്ല ക്ഷമാശീലരാണ് അവർ. പ്രത്യേകിച്ച് പട്ടിണിയും മറ്റും വന്നാൽ ക്ഷമിക്കാൻ വളരെയധികം കഴിവുള്ള ആളുകളാണ് അറബികൾ. അതുകൊണ്ടാണ് മലിക് ഫൈസൽ റഹിമഹുല്ല അദ്ദേഹത്തോട് ഇസ്രായേൽ ജൂതന്മാർ പറഞ്ഞത്, നിങ്ങൾ നമ്മളോട് നല്ല രൂപത്തിൽ നിന്നില്ല എങ്കിൽ നിങ്ങളിലേക്ക് എത്തുന്ന സാധനങ്ങൾ നമ്മൾ അത് നിർത്തലാക്കും എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കെന്താണ്? നമ്മൾ ഈത്തപ്പഴവും പാലും മാത്രം നിന്ന് ജീവിച്ചിരുന്ന ഒരു സമുദായമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് പറഞ്ഞ് പേടിപ്പിച്ചാലും നമുക്ക് വലിയ പ്രയാസമില്ല. അതുകൊണ്ട് തന്നെ ക്ഷമിക്കാൻ അങ്ങേയറ്റം കഴിവുള്ള ഒരു സമുദായമാണ് അറബികൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അവർ മറ്റുള്ള ആളുകളോട് യാചിക്കുക എന്നത് വളരെ മടിയോടുകൂടി കണ്ടിരുന്ന കാര്യമാണ്. അത്രയും ആ രൂപത്തിൽ ക്ഷമിച്ച ആളുകളാണ്. അതുപോലെ തന്നെ നല്ല സ്വഭാവത്തിൽപ്പെട്ട കാര്യമാണ് കാബയെ ആദരിക്കുക എന്നത്. അവരുടെ മനസ്സിൽ പണ്ട് മുതലേ ഉണ്ടായിരുന്ന കാര്യമാണ് കാബ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ആദരിക്കുക, മഹത്വവൽക്കരിക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ പരിശുദ്ധ മാസങ്ങളെ അവരെന്ത് ചെയ്യാറുണ്ടായിരുന്നു? പണ്ട് മുതലേ ആദരിക്കാറുണ്ട്. ദുൽഖഅദ, അതുപോലെ തന്നെ ദുൽഹിജ്ജ, മുഹറം, റജബ്, ഈ മാസങ്ങളെ അവർ പരിശുദ്ധമായ മാസമായിട്ടായിരുന്നു കണ്ടിരുന്നത്. ഇതും അവരിൽപ്പെട്ട നല്ലൊരു സ്വഭാവമായിരുന്നു. അതുപോലെ തന്നെ സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ശിർക്കൊക്കെ അവരിൽ വ്യാപകമായി ഉണ്ടായിരുന്നെങ്കിലും തൗഹീദ് പാലിച്ച് ഇബ്രാഹിം നബിയുടെ ദീനിൽ നിലകൊണ്ടിരുന്ന ആളുകളും വളരെ ചുരുക്കമുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ ഇത്രയും നീചന്മാരായ ആളുകൾ ഉണ്ടായിരിക്കെ തന്നെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ദീനിൽ ജീവിച്ചിരുന്ന ആളുകൾ ഉണ്ടായിരുന്നു. അങ്ങനെ ജീവിച്ചു മരിച്ച ഒരാളായിരുന്നു സെയ്ദ് ബിൻ അംർ. ഈ ഒരു ചരിത്രം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചരിത്രമാണ് സെയ്ദ് ബിൻ അംറിൻ്റേത്. മക്കക്കാർ ആരാധിച്ചിരുന്ന ആരാധ്യ വസ്തുക്കളിൽ സത്യമില്ല എന്ന ചിന്ത അദ്ദേഹത്തിന് വന്നു. അങ്ങനെ സഹോദരങ്ങളെ, പറഞ്ഞു വന്നത് സഹോദരങ്ങളെ, സെയ്ദ് ബിൻ അംർ അദ്ദേഹത്തിന് മനസ്സിലായി മക്കക്കാർ ആരാധിച്ചിരുന്ന ആരാധ്യ വസ്തുക്കൾ അതിൽ സത്യമില്ല എന്ന് അദ്ദേഹത്തിന് ചിന്ത വന്നു. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കേവല ബുദ്ധിയിൽ ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ് വിഗ്രഹാരാധന എന്നത് അർത്ഥമില്ലാത്തതാണ് എന്നത്. കാരണം അത് കേൾക്കുന്നില്ല, കാണുന്നില്ല, സംസാരിക്കുന്നില്ല എന്നതൊക്കെ കൊണ്ട് തന്നെ ഏതൊരാളും അതിന് പ്രത്യേകം ഇങ്ങനെ പഠിച്ച് മനസ്സിലാക്കേണ്ട കാര്യമൊന്നുമില്ല എന്നുള്ളതാണ്. അങ്ങനെ സഹോദരങ്ങളെ, അദ്ദേഹം സത്യം അന്വേഷിച്ചുകൊണ്ട് ഷാമിലേക്ക് യാത്ര തിരിച്ചു. അങ്ങനെ ഒരു യഹൂദിയായ പുരോഹിതനെ കണ്ട് അദ്ദേഹം ആ പുരോഹിതനോട് പറഞ്ഞു, ഞാൻ സത്യം അന്വേഷിച്ചുകൊണ്ട് വന്നയാളാണ്, എനിക്ക് നിങ്ങളുടെ ദീനിനെ കുറിച്ച് അറിയിച്ചു തരണം. അപ്പോൾ ആ ജൂതൻ പറയുകയാണ്, ലാ തകൂനു അലാ ദീനിനാ ഹത്താ തഅഖുദ ബിനസീബിക മിൻ ഗളബില്ലാഹ്. നമ്മളുടെ ദീനിലേക്ക് നിങ്ങൾ വരികയാണ് എങ്കിൽ അള്ളാഹുവിൻ്റെ കോപത്തിൽ നിന്നൊരു ഓഹരി ലഭിച്ചാലേ നിങ്ങൾക്ക് നമ്മുടെ ദീനിലേക്ക് വരാൻ സാധിക്കുകയുള്ളൂ എന്ന്. അപ്പോൾ സെയ്ദ് പറയുകയാണ്, മാ അഫിറു ഇല്ലാ മിൻ ഗളബില്ലാഹ്. അള്ളാഹുവിൻ്റെ കോപത്തിൽ നിന്നാണ് ഞാൻ ഓടി അകന്ന് ഇങ്ങോട്ടേക്ക് വന്നത്. വലാ അഹ്മിലു മിൻ ഗളബില്ലാഹി ഷൈആ. അള്ളാഹുവിൻ്റെ കോപത്തിൽ നിന്നൊന്നും എനിക്ക് വഹിക്കാൻ സാധിക്കുകയില്ല. വ അന്ന അസ്തതീഉ. എങ്ങനെയാണ് എനിക്ക് ആ രൂപത്തിൽ അള്ളാഹുവിൻ്റെ കോപം അത് നേടിയെടുക്കാൻ അല്ലെങ്കിൽ അത് സഹിക്കാൻ സാധിക്കുക എന്ന് അദ്ദേഹം പറഞ്ഞു. ഹൽ തദുല്ലൂനി അലാ ഗൈരി. മറ്റെന്തെങ്കിലും മാർഗം എനിക്ക് അറിയിച്ചു തന്നാലും എന്ന് പറഞ്ഞപ്പോൾ ഈ ജൂതനായ പുരോഹിതൻ പറയുകയാണ്, മാ അലമുഹു ഇല്ല അൻ യകൂന ഹനീഫൻ. നീ ഹനീഫായ മതം സ്വീകരിക്കുക എന്നതാണ് ഹക്കായിട്ടുള്ളത് എന്ന് എനിക്ക് തോന്നിപ്പോവുകയാണ്, അല്ലെങ്കിൽ അതാണ് ശരിയായി തോന്നുന്നത്. അപ്പോൾ നമുക്കൊരു ചിന്ത വന്നേക്കാം,
ഈ ജൂതനായ വ്യക്തി എന്തുകൊണ്ടാണ് ഈ മാർഗം സ്വീകരിക്കാത്തത് എന്നുള്ളത്. ഇതേപോലെ ഇദ്ദേഹം എന്ത് ചെയ്യുകയാണ്, ഒരു നസ്രാണി പുരോഹിതന്റെ അടുക്കലും പോകുന്നുണ്ട്. ഈ പറഞ്ഞ രൂപത്തിൽ തന്നെ മറുപടി പറയും. പക്ഷേ അവിടെ ഒരു കാര്യമാണ് പറഞ്ഞത്. ഇവിടെ ഗളബാണ് പറഞ്ഞതെങ്കിൽ അവിടെ പറഞ്ഞ എന്താണ് ലാനത്താണ്. അള്ളാഹുവിന്റെ കോപം അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ശാപം ലഭിച്ചാൽ അല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല, നമ്മളുടെ ദീനിലേക്ക് വരാൻ സാധിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ അവരെന്ത് ചെയ്യാണ്, ഹനീഫിയത്ത് തന്നെ പറഞ്ഞു കൊടുക്കുകയാണ്. നമുക്ക് ചിന്ത വന്നേക്കാം, എന്തുകൊണ്ടാണ് ഇവർ ഹനീഫിയത്ത് സ്വീകരിക്കാത്തത്? ദുനിയാവിന്റെ ലാഭങ്ങൾ ലഭിക്കുന്നതുകൊണ്ട് തന്നെയാണ്. അത് നമ്മൾ ദൂരത്തൊന്നും പോകണ്ട. ഈ നാട്ടിലുള്ള ആളുകൾ തന്നെ വലിയ പുരോഹിതന്മാർ, സൗദിയിൽ പോയാൽ വേറെ മുഖമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മൾ ഹക്കിന്റെ ആളുകൾ ഏതെങ്കിലും ഒരു ഷീഈ നാട്ടിൽ പോയാൽ ഇത്ര കോടി ലഭിക്കുമെന്ന് പറഞ്ഞാൽ നമ്മുടെ ആശയം നമ്മൾ മാറ്റി വെക്കുമോ? ഒരിക്കലും മാറ്റൂല. അത് നമുക്കറിയാം നമ്മുടെ ദീന് ഹക്കാണെന്നുള്ളത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ മാറ്റി നടക്കുന്നത്? ഇവർക്ക് ഹക്ക് അറിയാത്തത് കൊണ്ടാ? ഒരിക്കലും അല്ല. ദുനിയാവിൽ ഓഹരി ലഭിക്കുന്നതുകൊണ്ട് മാത്രമാണ്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹമൊക്കെ പറഞ്ഞതായി കാണാം ഒരു ചരിത്രം ഈ രൂപത്തിലുള്ളത്. അഥവാ ഇവരുടെ കൂട്ടത്തിൽ പല ആളുകൾക്കും ഹക്ക് അറിയാം, പക്ഷെ ദുനിയാവിൽ സമ്പത്ത് അത് ലഭിച്ചു കഴിഞ്ഞാൽ, പ്രശംസി അത് ലഭിച്ചു കഴിഞ്ഞാൽ ഈ രൂപത്തിലേക്ക് മാറുമെന്ന് മാത്രം. സഹോദരങ്ങൾ, എന്താണ് ഹനീഫിയത്ത്? യഥാർത്ഥത്തിൽ ഹനീഫിയത്ത് എന്ന് പറയുന്നത് മുടന്തുള്ള ആളുകൾക്ക് ഉപയോഗിക്കുന്ന വാക്കാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ഉപയോഗിക്കുന്നത്? മുടന്തുള്ളയാൾ ഒരു ഭാഗത്തേക്ക് മാത്രം ചെരിഞ്ഞിട്ടായിരിക്കും. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് പറഞ്ഞ കാര്യം എന്താണ്? മില്ലത ഇബ്രാഹിം ഹനീഫ. എന്തുകൊണ്ടാണത് പറയാനുള്ള കാര്യം? അദ്ദേഹം തൗഹീദിലേക്ക് ചെരിഞ്ഞ ആളായിരുന്നു. ഷിർക്കിന്റെ ഒരു ലാഞ്ചന പോലും അദ്ദേഹത്തിലേക്ക് വന്നിരുന്നില്ല. അതുകൊണ്ട് തന്നെ തൗഹീദിലേക്ക് ചെരിഞ്ഞ് ഒരു മുടന്തൻ എങ്ങനെയാണോ ഒരു ഭാഗത്തേക്ക് ചെരിയുന്നത് അതുപോലെ, അഥവാ മുടന്തുള്ളയാൾ വലതു ഭാഗത്താണ് അദ്ദേഹത്തിന് മുടന്തുള്ളത് എങ്കിൽ ഒരിക്കലും എന്ത് ചെയ്യാൻ സാധിക്കില്ല, ഇടതു ഭാഗത്തേക്ക് ചെരിയാൻ സാധിക്കില്ല. അതുപോലെ തൗഹീദിന്റെ മാർഗത്തിലേക്ക് മാത്രം ചെരിഞ്ഞ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ദീനാണ് ഹക്ക് എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം ഷാമിൽ നിന്ന് പുറത്തേക്ക് എത്തിയപ്പോൾ ഇരു കൈകൾ നീട്ടി പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുമ്മ ഇന്നി അശ്ഹദു അന്നി അലാ മില്ലത്തി ഇബ്രാഹിം വ അന്നി അലാ ദീനി ഇബ്രാഹിം എന്ന് അദ്ദേഹം പറഞ്ഞതായി കാണാം. അഥവാ അള്ളാഹുവെ, ഞാനിതാ സാക്ഷ്യം വഹിക്കുന്നു ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ദീൻ അതാണ് ഹക്ക് എന്നുള്ളത്. ഇബ്നു ഉമറിന്റെ ഹദീസിൽ കാണാം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദ്ദേഹത്തെ കണ്ടിരുന്നു ഒരു സദസ്സിൽ വെച്ച്. അങ്ങനെ അവർക്ക് മുന്നിൽ ഒരു ഭക്ഷണം കൊണ്ടുവരപ്പെട്ടു. അപ്പോൾ അദ്ദേഹം പറയാണ്, ഇന്നി ലസ്തു ആകിലു മിമ്മാ തദ്ബഹൂന അലാ അസ്നാമിക്കും. റസൂലിന്റെ മുന്നിൽ വെച്ചാണ് ഇദ്ദേഹം പറയുന്നത്, നിങ്ങളുടെ ആരാധ്യ വസ്തുക്കൾക്ക് വേണ്ടി അറുത്ത കാര്യം ഞാൻ ഭക്ഷിക്കുകയില്ല. വലാ ആകുലു ഇല്ലാ മാ ദുകിറ സ്മുല്ലാഹി അലൈഹി. അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് അറുക്കുന്ന കാര്യമല്ലാതെ ഞാൻ എന്ത് ചെയ്യുകയില്ല, ഭക്ഷിക്കുകയില്ല എന്ന് അദ്ദേഹം പറഞ്ഞതായി കാണാം. ഈ ഒരു സന്ദർഭം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സാക്ഷ്യം വഹിച്ചിരുന്നു. പക്ഷേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ റസൂൽ ആകുന്നതിന് മുൻപ് ഇദ്ദേഹം മരണപ്പെട്ടിരുന്നു. അതുപോലെ തന്നെ ധാരാളം നന്മകൾ ഇദ്ദേഹത്തിലും കാണാം. അത് എല്ലാം വിശദീകരിക്കാൻ സമയമില്ല. ഇനി സഹോദരങ്ങളെ, ഇത്രയും പറഞ്ഞു വെച്ച കാര്യങ്ങളിൽ നമുക്ക് ധാരാളം ഗുണപാഠങ്ങളുണ്ട്. ഇൻഷാ അള്ളാഹ് അതുകൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ഒന്നാമത്തേത് സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കി എന്താണ് ജാഹിലിയ കാലഘട്ടം എന്നത്. ഈ കാലഘട്ടത്തിലാണ് നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിക്കുന്നത്. ഇങ്ങനെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ റസൂൽ ജീവിച്ചിരുന്നു എങ്കിലും ഇതിൽ പറയുന്ന ഒരു തിന്മകളിലും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉണ്ടായിരുന്നില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ പറഞ്ഞ ഒരു തിന്മകൾ ചെയ്യാൻ അദ്ദേഹത്തിന്റെ മനസ്സ് മോഹിച്ചിരുന്നില്ല, ആഗ്രഹിച്ചിരുന്നില്ല എന്നുള്ളതാണ്. അവിടുത്തെ സ്വഭാവത്തിൽ അതിന്റെ ഒരു ലാഞ്ചന പോലും കാണാൻ നമുക്ക് സാധിക്കുകയില്ല. ഏറ്റവും പരിശുദ്ധമായ ജീവിതം നയിച്ചിരുന്ന ആളായിരുന്നു. അതുപോലെ തന്നെ സഹോദരങ്ങളെ, അവർ മാത്രമാണോ? അവർ മാത്രമല്ല, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹവും ഈ പറഞ്ഞ രൂപത്തിൽ ഏറ്റവും നല്ല രൂപത്തിൽ ആ കാലഘട്ടത്തിലും ജീവിതം നയിച്ചിരുന്ന ആളായിരുന്നു. അതുപോലെ തന്നെയായിരുന്നു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ പ്രശംസമായ വാക്ക് നമുക്കറിയാം, മാ സന ഫിൽ ജാഹിലിയത്തി വലാ ഫിൽ ഇസ്ലാം. ഞാൻ ഇസ്ലാമിലോ ജാഹിലിയത്തിലോ ആയ നിലയിൽ അല്ലെങ്കിൽ ആ അവസ്ഥയിലും ഞാൻ വ്യഭിചരിച്ചിരുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഏത് സന്ദർഭത്തിലാണ് പറയുന്നത്? ആർക്കാണ് അറിയുന്നത്? ആർക്കും അറിയില്ല. അദ്ദേഹത്തിനെ ഖവാരിജികൾ കൊല്ലാൻ പോകുന്ന വേളയിൽ അദ്ദേഹം പറഞ്ഞ വാക്കാണിത്. നിങ്ങൾ എന്തിനാണ് എന്നെ കൊല്ലുന്നത്? ഞാൻ ഒരു മുശ്രിക്കല്ല എന്നിങ്ങനെ ഓരോ സിഫത്ത് പറയുന്നതിന്റെ ഇടയിൽ പറഞ്ഞ കാര്യമാണ്. ഇസ്ലാമിലായിരിക്കെയും ജാഹിലിയ കാലഘട്ടത്തിൽ ഞാൻ എന്ത് ചെയ്തിരുന്നില്ല, വ്യഭിചരിച്ചിരുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞതായി കാണാം. ഇങ്ങനെ ചില ആളുകൾ അവിടെ ജീവിച്ചിരുന്നു. ഇന്ന് എത്രയോ ആളുകൾ
അവർ ചെയ്യുന്ന ഹറാമുകൾക്കും അവർ ചെയ്യുന്ന തെറ്റുകൾക്കും ചുറ്റുപാടിനെ കൂട്ടുപിടിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. എന്തിനു വേണ്ടി? ന്യായീകരിക്കാൻ വേണ്ടി. എന്താണ് പറയുക? നീ പറയുന്നത് ശരിയറിയാം, പക്ഷെ ഞാൻ നിൽക്കുന്ന കോളേജ്, അതല്ലെങ്കിൽ ഞാൻ പഠിക്കുന്ന സ്കൂൾ, അല്ലെങ്കിൽ ഞാൻ നിൽക്കുന്ന വീട്, അതിൻ്റെ സാഹചര്യം ഈ രൂപത്തിലാണ് എന്ന് പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, ഇവരെല്ലാവരും ജീവിച്ച കാലഘട്ടം ഇങ്ങനെയായിട്ട് കൂടി ഏറ്റവും നല്ല രൂപത്തിൽ ജീവിച്ച ആളുകൾ ഉണ്ടായിരുന്നു. ഏറ്റവും നല്ല രൂപത്തിൽ അള്ളാഹുവിനെ അല്ലെങ്കിൽ ഈ കാണുന്ന മ്ലേച്ഛതകൾ അതൊന്നും രുചിക്കാതെ ജീവിച്ച ആളുകൾ ഉണ്ടായിരുന്നു. നമ്മൾ സഹോദരങ്ങളെ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അള്ളാഹുവിൻ്റെ തൗഫീഖ് ഉണ്ട് എങ്കിൽ നമുക്കും ഈ രൂപത്തിൽ ജീവിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. ഇതാണ് ഒന്നാമത്തെ പാഠം. രണ്ടാമത്തെ പാഠം, ഒരു സമൂഹം നശിക്കാൻ കാരണമാകുന്ന ഏറ്റവും വലിയ തിന്മ എന്താണ്? ശിർക്കാണ്. ഏറ്റവും വലിയ തിന്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശിർക്കാണ്. നോക്കൂ സഹോദരങ്ങളെ, ശിർക്കിനെ ഒരു സമുദായത്തെ നശിപ്പിക്കാൻ അല്ലെങ്കിൽ ഒരു സമുദായത്തെ നശിപ്പിക്കാൻ കാരണമായ പാപം തന്നെ എന്താണ്? അത് അള്ളാഹുവിനെ പങ്കു ചേർക്കുക എന്നുള്ളതാണ്. സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ നാടുകളിൽ പല പ്രശ്നങ്ങളും നമ്മൾ കാണുന്നുണ്ട്. ഇതിനുള്ള യഥാർത്ഥ പരിഹാരം എന്താണ്? തൗഹീദാണ്. ഇതിനുള്ള യഥാർത്ഥ അതിനുള്ള മാർഗം, അതല്ല എങ്കിൽ പരിഹാരം അത് തൗഹീദ് മാത്രമാണ് എന്നുള്ളതാണ്. നോക്കൂ സഹോദരങ്ങളെ, കുട്ടികളെ കുഴിച്ചുമൂടുന്ന, മദ്യപിച്ചിരുന്ന, വ്യഭിചരിച്ചിരുന്ന സമുദായത്തിന്റെ അടുക്കൽ പോയി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റ് നിന്ന് പറഞ്ഞ കാര്യം എന്താണ്? നിങ്ങൾ കള്ളുകുടിക്കരുത് എന്നാണോ? അല്ലെങ്കിൽ നിങ്ങൾ വ്യഭിചരിക്കരുത് എന്നാണോ? ഈ രൂപത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ കാര്യം ഇതായിരുന്നോ? അല്ല. അവിടുന്ന് ഒന്നാമതായി പറഞ്ഞ കാര്യം എന്തായിരുന്നു? തൗഹീദാണ്. അവിടുന്ന് ഒന്നാമതായി പറഞ്ഞ കാര്യം തൗഹീദാണ്. ഇന്ന് ചില ആളുകൾ പറയുന്ന കാര്യം എന്താണ്? നിങ്ങൾക്ക് എപ്പോഴും തൗഹീദ് ഇത് തന്നെയാണ് പറയാനുള്ളത്. കാണുന്നില്ലേ, ഇറാനിൽ പ്രശ്നം, ഇന്ന നാടിൽ പ്രശ്നം, അവിടെ പ്രശ്നം, നിങ്ങൾക്ക് എപ്പോഴും തൗഹീദ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുന്ന ആളുകളാണ് നിങ്ങൾ പേരിട്ട് വിളിക്കുന്ന വഹാബികൾ. അതുകൊണ്ടാണ് സഹോദരങ്ങളെ ഒരു കവിതയിൽ ഇങ്ങനെ കാണാൻ സാധിക്കുന്നത്, ഇൻ കാന താബി അഹ്മദിൻ മുതവഹിബൻ വഅന മുഖിറുൽ ബിഅന്നനി വഹാബി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുന്നതാണ് വഹാബിയത്ത് എന്നാണ് നിങ്ങൾ പറയുന്നത് എങ്കിൽ ഇതാ ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ സാക്ഷ്യം വഹിച്ചോ, ഞാൻ അംഗീകരിക്കുന്നു, ഞാനൊരു വഹാബിയാണ് എന്ന് ചില ആളുകൾ പറഞ്ഞതായി കാണാൻ സാധിക്കുക. അതുകൊണ്ട് സഹോദരങ്ങളെ, എല്ലാറ്റിനുമുള്ള പരിഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ ഏകത്വം വിളിച്ചു പറയുക എന്നുള്ളതാണ്. ഏത് സാഹചര്യത്തിലും അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂലൻ അൻ ഇഅ്ബുദുല്ലാഹ വജ്തനിബു താഗൂത്ത്. എല്ലാ സമുദായത്തിലേക്കും നബിമാരെ നമ്മൾ നിയോഗിച്ചത് എന്തിനു വേണ്ടിയാണ്? അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന് പറയാനും അവന് പുറമേയുള്ള ദുർമൂർത്തികളെ വെടിയാനുമാണ് എന്നുള്ളതാണ്. പറഞ്ഞു വന്നത് സഹോദരങ്ങളെ, എല്ലാവിധ നന്മയുമുള്ളത് തൗഹീദിലാണ്. ഇതാണ് മറ്റൊരു പാഠം. മൂന്നാമത്തെ പാഠം സഹോദരങ്ങളെ, ഒരു സമുദായത്തെ വിലയിരുത്തേണ്ടത് ആ സമുദായത്തിൽ വ്യാപകമായ കാര്യം എന്താണോ അതിലൂടെയാണ്. അഥവാ പറഞ്ഞതുപോലെ അറബികൾക്കിടയിൽ നല്ല സ്വഭാവങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് പറയാൻ പാടില്ല, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? നമ്മുടെ നാട്ടിലുള്ള ചില സംഘടനകളായാലും അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള ആളുകളായാലും അവരിലും നന്മയില്ലേ, നമ്മളിങ്ങനെ കുറ്റപ്പെടുത്തണോ എന്നല്ല പറയേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവരിൽ ഈ ചെറിയ നന്മകൾ ഉണ്ടായിട്ടുണ്ട് എങ്കിലും അവരെ പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ടോ? ഒരിക്കലും നമുക്ക് കാണാൻ സാധിക്കുകയില്ല. എപ്പോഴല്ലാതെ? അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിലേക്ക് മടങ്ങിയപ്പോഴല്ലാതെ. ഇതാണ് മറ്റൊരു പാഠം. അതുപോലെ തന്നെ സഹോദരങ്ങളെ, മറ്റൊരു പാഠം എന്നാൽ അള്ളാഹുവിന് ചില ചര്യകളുണ്ട്, മാറ്റമില്ലാത്ത ചര്യകൾ. എത്രയൊക്കെ ഇരുട്ട് മൂടിയാലും അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനൊരു അവസാനം നിശ്ചയിക്കുമെന്നുള്ളതാണ്. ഒരിക്കലും പ്രതീക്ഷയില്ലാത്തവരായി നമ്മൾ മാറാൻ പാടില്ല. എത്രയോ കാലമായി ദീനിലേക്ക് ക്ഷണിക്കുന്നു, ആളുകൾക്ക് മാറ്റമില്ല, അതൊന്നും നമ്മളെ ബാധിക്കാൻ പാടില്ല. നോക്കൂ സഹോദരങ്ങളെ, എങ്ങനെയുള്ള സമുദായത്തെയാണ് ഈ രൂപത്തിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 23 വർഷം കൊണ്ട് മാറ്റിയെടുത്തത്. ഇൻഷാ അല്ലാഹ് അത് നമുക്ക് വിശദീകരിക്കാം. 23 വർഷം കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും മോശമായ ഒരു സമുദായത്തെ ഏത് രൂപത്തിലേക്ക് എത്തിച്ചു? കുൻതും ഖൈറ ഉമ്മ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഖൈറുൻ നാസി ഖർനി സുമ്മ അല്ലദീന യലൂനഹും സുമ്മ അല്ലദീന യലൂനഹും. നോക്കൂ സഹോദരങ്ങളെ, നമ്മൾ പറഞ്ഞു എങ്ങനെ ജീവിച്ചവരായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ കുറിച്ച് പറഞ്ഞു, റളിയല്ലാഹു അൻഹും വറളു അൻ. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും എന്താകാൻ പാടില്ല, വ്യസനിക്കാൻ പാടില്ല. തൗഹീദിനെ കൊണ്ട് ആളുകളിലേക്ക് ക്ഷണിക്കുക. നമ്മൾ പറയാൻ പാടില്ല ഇവർ നന്നാവില്ല, മറിച്ച് അവർ നന്നാവും. ഇൻഷാ അള്ളാഹ് നമ്മുടെ നിയ്യത്ത് സത്യസന്ധത ഉള്ളതാണ് എങ്കിൽ ആളുകൾ മാറും എന്നുള്ളതാണ്. അള്ളാഹു പറഞ്ഞില്ലേ, ഇന്ന മഅൽ
ഉസ്രി യുസ്റ, തീർച്ചയായും ഇടുക്കത്തിനോടൊപ്പം തന്നെ എന്തുണ്ട്, ധാരാളം എളുപ്പങ്ങൾ ഉണ്ട് എന്നാണ്. അറബി ഭാഷ അറിയുന്ന ആളുകളുണ്ടെങ്കിൽ അൽ ഉസ്ര എന്നാണ് ഉപയോഗിച്ചത്. അഥവാ അൽ ഉസ്ര എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നം, യുസ്റൻ എന്ന് ഉപയോഗിച്ചതോ ധാരാളം വഴികൾ അഥവാ ധാരാളം എളുപ്പങ്ങൾ എന്നാണ്. അതാണ് ആ പ്രയോഗം. ഇന്ന മഅൽ ഉസ്രി, ഒരു പ്രയാസത്തിനൊപ്പം യുസ്റൻ, ധാരാളം എളുപ്പങ്ങൾ. അതുകൊണ്ടാണ് അറബി ഭാഷ പഠിക്കണമെന്ന് പറയുന്നത്. ഇങ്ങനെ ഖുർആൻ വായിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു മുഅ്മിന് സങ്കടം ഉണ്ടാവുകയില്ല. ഇന്ന മഅൽ ഉസ്രി, ഒരു പ്രയാസത്തിനൊപ്പം യുസ്റൻ, ധാരാളം എളുപ്പങ്ങൾ എന്നുള്ളതാണ്. അതിനാൽ സഹോദരങ്ങളെ, എന്തെല്ലാം പ്രയാസങ്ങൾ നമ്മൾ അനുഭവിക്കേണ്ടി വന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിന്റെ വിഷയത്തിൽ നമ്മൾ സത്യസന്ധതയുള്ള ആളുകളാണ് എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആളുകൾക്ക് മാറ്റമുണ്ടാക്കും. നമ്മുടെ പ്രശ്നം കൊണ്ടായിരിക്കും ഒരാൾ അള്ളാഹുവിന്റെ ദീനിലേക്ക് വരാത്തത്. നമ്മുടെ സ്വഭാവം, അതുപോലെ തന്നെ നമ്മുടെ പെരുമാറ്റം, അതുകൊണ്ടായിരിക്കാം ഒരാൾ ദീനിലേക്ക് അടുക്കാത്തത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും അവന്റെ ദീനിലേക്ക് ആളുകളെ ക്ഷണിക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് അടുത്ത ദർസിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനവും അതുമായി ബന്ധപ്പെട്ട് നമുക്ക് സംസാരിക്കാം. ഞാൻ പറഞ്ഞതിൽ വല്ല തെറ്റും വന്നു പോയിട്ടുണ്ട് എങ്കിൽ അത് എന്നിൽ നിന്നും ശൈത്താനിൽ നിന്നുമുള്ളതാണ്. വല്ല നന്മയും വന്നു പോയിട്ടുണ്ട് എങ്കിൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് മാത്രമുള്ളതാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും പുറത്തു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വഹാദാ വല്ലാഹു തആല അഅല വ അലം വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദ് وعلى آله وأصحابه أجمعين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. والسلام عليكم ورحمة الله وبركاته.